everyone. Good evening. I hope I am audible and visible. All right. So welcome everyone. And എമിനന്റ് PSC നടത്തുന്ന ഇന്നത്തെ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ PPT ഒന്ന് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അത് വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യാം. എല്ലാവർക്കും ഒഫീഷ്യലി ഇന്നത്തെ സെഷനിലോട്ട് സ്വാഗതം. And I'm welcoming you all, not just as aspirants, but as future leaders, future officers in the making. സോ ഇന്നത്തെ നമ്മുടെ സെഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജേർണിയെ കുറിച്ച് നമ്മൾ കുറച്ച് അറിയാൻ പോവുകയാണ്. ആൻഡ് ഐ വിൽ ഹാവ് ടു ബിഗിൻ വിത്ത് യു ഓൾ പേഴ്സണലി. എനിക്ക് നിങ്ങളിൽ ഓരോരുത്തരിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ബിക്കോസ് ഇറ്റ്സ് യു ഹു ഫസ്റ്റ് ഡിസേർവ് ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. കാരണം നിങ്ങൾ എല്ലാവരും KAS പ്രിലിംസ് എക്സാം ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? കാരണം എനിക്കറിയാം KAS എക്സാമിനേഷന് ഇരിക്കുന്നത് പോലും ഇറ്റ്സ് സിംപ്ലി ആൻ ആക്ട് ഓഫ് കറേജ് അല്ലേ? അത്രത്തോളം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, അത്രത്തോളം ധൈര്യമുള്ളവർക്ക് പറഞ്ഞിരിക്കുന്ന ഒരു എക്സാം ആണ്. ആൻഡ് നിങ്ങൾക്കറിയാം ഇതിൽ ഒരുപാട് ചാലഞ്ചസുകളുണ്ട്. നിങ്ങളതെല്ലാം ഓവർകം ചെയ്തുകൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ മാൽക്കം എക്സിന്റെ ഒരു കോട്ടിൽ നിന്ന് തുടങ്ങാം. ദ ഫ്യൂച്ചർ ബിലോങ്സ് ടു ദോസ് ഹു പ്രിപ്പയർ ഫോർ ഇറ്റ് ടുഡേ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? നാളത്തേക്ക് വേണ്ടിയിട്ട് ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് നല്ലൊരു ഭാവി എന്ന് പറയുന്നത്. അതെ. സോ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ ഒരു എക്സാമിനേഷന് കഴിഞ്ഞതിന് ശേഷം, ഒരുപാട് പ്രിപ്പറേഷന് ശേഷം ഒരുപാട് ആശങ്കകളിലൂടെ കടന്നു പോവാണ്. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് എ റൈറ്റ് സ്റ്റേജ് ഫോർ us to get to know a few more things അല്ലെ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ള നല്ലൊരു വേദിയും കൂടെ ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വെബിനാർ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ പ്രിലിംസ് എക്സാം കഴിഞ്ഞതിന് ശേഷം അതിന്റെ ആ ഒരു കട്ട് ഓഫിനെ കുറിച്ചൊക്കെ കുറച്ച് ആശങ്കയിൽ ഇരിക്കുകയായിരിക്കും. ആൻഡ് നമ്മൾ ഏതാണ്ട് ഒരു പ്രഡിക്ഷൻ വെച്ചുകൊണ്ട് 2025 സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 85 അല്ലെങ്കിൽ ഒരു 75, അല്ലെങ്കിൽ സ്ട്രീം 3ക്ക് വേണ്ടിയിട്ട് ബിലോ 70 ആണ്. മുൻവർഷത്തേക്കാൾ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2019 കഴിഞ്ഞ KAS എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. അന്നത്തേത് വെച്ച് നോക്കുമ്പോൾ ഗണ്യമായിട്ടുള്ളൊരു വർധനവ് കട്ട് ഓഫിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ അതിനർത്ഥം എന്താണ്? ഇനിയുള്ള വർഷങ്ങളിൽ ഇതുപോലെ തന്നെ ഈ ഒരു കട്ട് ഓഫിനുള്ളൊരു അതിലൊരു റേസ് സാധ്യതയുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി അത് ആ ഒരു പരീക്ഷയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും, അതിന്റെ ഒരു കോംപ്ലക്സിറ്റിയും കോംപ്ലിക്കേഷൻ അനുസരിച്ചിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇതൊരു സ്ക്രീനിങ് സ്റ്റേജ് മാത്രമാണ്. ആക്ച്വൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? മെയിൻസ് എക്സാം വെച്ചിട്ടാണ്. സോ അവിടെ നമുക്കറിയാം, അവിടെ എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ അല്ല വരുന്നത് അല്ലെ? അവിടെ കൂടുതലായിട്ട് നിങ്ങളുടെ എക്സ്പ്രഷൻ എങ്ങനെ വരുന്നു, ഹൗ യു ആർ ഏബിൾ ടു എക്സ്പ്രസ് യുവർ ആൻസേഴ്സ് അല്ലെ? നിങ്ങളുടെ ആ ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് ഇതിനെയൊക്കെ ബന്ധിച്ച് അല്ലെങ്കിൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മെയിൻസ് എക്സാമിലെ പെർഫോമൻസ് അളക്കുന്നത്. ഓക്കെ. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നത്തെ നമ്മുടെ ആ ഒരു സെഷനിലായിട്ട് ഇന്നത്തെ ഒരു ഇൻവൈറ്റഡ് സ്പീക്കർ വെറും ഒരു റാങ്ക് ഹോൾഡർ മാത്രമല്ല, പക്ഷെ അവരൊരു ലിവിങ് എക്സാമ്പിൾ ആണെന്ന് പറയാം. കാരണം നിങ്ങളുടെ ഒരുപാട് ആശങ്കകളും നിങ്ങളുടെ ഒരുപാട് കൺഫ്യൂഷൻസും എല്ലാം അതിജീവിച്ചുകൊണ്ട് ആ ഒരു ജേർണിയിലേക്ക്, KAS ഓഫീസർ എന്ന് പറയുന്ന ഒരു ജേർണിയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. കാരണം അവർ നമുക്ക് എന്ത് പ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട്? വെറും സ്ട്രാറ്റജി, ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഭാഗ്യ പരീക്ഷണങ്ങളൊക്കെ ഭയങ്കര നന്നായിട്ട് ഡിഫൈ ചെയ്യുന്നു എന്നുള്ളതും മാത്രമല്ല, കൺസിസ്റ്റൻസി അല്ലെ, വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പഠനം നമ്മുടെ ഒരുപാട് ആൻസൈറ്റീസിനെ എങ്ങനെ ഇല്ലാതാക്കി കളയുന്നുള്ളതും കൂടാണ്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ തന്നെയാണ് ഒരു റിയൽ സക്സസിലേക്ക് നയിക്കുന്നു എന്നുള്ളത് അവർ വളരെ എവിഡൻസ് ആയിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ ഇൻവൈറ്റഡ് ഗസ്റ്റ് മാം ഹാസ് ഡെഫിനറ്റ്ലി വാക്ക് ദിസ് എക്സാക്ട് പാത്ത്. അതായത് നിങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എക്സാക്ട് പാത്തിലൂടെ തന്നെ മാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ആ പോസ്റ്റ് പ്രിലിംസ് അൺസർട്ടനിറ്റിയിൽ നിന്ന് അവരൊരു ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് ഇന്ന് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ ഒരു ഡിറ്റർമിനേഷനും ഒരു ഹാർഡ് വർക്കും തന്നെയാണ്. സോ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഡെയിലി സ്റ്റഡി സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ ആൻസർ റൈറ്റിംഗ് ടിപ്സുകളോ ഇനി മോട്ടിവേഷനോ എന്ത് തന്നെ ആയിക്കോട്ടെ, ഐ തിങ്ക് ദിസ് ഇസ് ദ ഹൈ ടൈം വി ക്യാൻ ഗെറ്റ് ഇൻ ടു ദാറ്റ് ട്രാൻസ്ഫോർമേറ്റീവ് ജേർണി. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സെഷനിലോട്ട് കടക്കാം. ആൻഡ് ലെറ്റ് മീ പ്രൗഡ്ലി present our invited guest. It's Chitra P. Arunima, ma'am. Okay, now she is serving as the Undersecretary, Government Secretariat. Our മുന്നിട്ട് മാം ഫോമർ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് ഇന്റേണൽ വിജിലൻസിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നൗ ഷീ ഈസ് അണ്ടർ സെക്രട്ടറി ടു ദ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്. ആൻഡ് ഐ എം വെരി മച്ച് അവെയർ ദാറ്റ് നമുക്ക് ഇന്നത്തെ ഈ സെഷനിൽ വളരെ ആകാംക്ഷയോടുകൂടി നിങ്ങളിത് കാത്തിരിക്കുന്നുണ്ടാവും. ആൻഡ് ഐ ഹോപ്പ് മാം ഈസ് ഹിയർ ഓൾറെഡി. സോ ഐ എം വെരി പ്രൗഡ്ലി ഇൻവൈറ്റിംഗ് യു മാം
to our invited talk. And I'm so happy and so glad that you are here. കേൾക്കാമല്ലോ അല്ലേ? ഹലോ. കേൾക്കാം. താങ്ക് യു നീഹ. Okay. I am audible, right? You can yes, hear me, right? അതെ. മാമിന് നമ്മുടെ കൂടെ ഉണ്ട്. സോ മാം ഡെഫിനറ്റ്ലി മാമിന്റെ കേസ് ജേർണിയെ കുറിച്ചും മറ്റനുബന്ധ ഒരുപാട് സ്ട്രാറ്റജീസിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ആൻഡ് ഐ ഹോപ്പ് ദിസ് വിൽ ബി ഡെഫിനറ്റ്ലി എൻലൈറ്റനിങ്. നിങ്ങൾക്ക് ഒരുപാട് ഇതിൽ നിന്ന് എടുക്കാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓവർ ടു യു മാം. ഓക്കെ, ഒരു സെക്കൻഡ്. എന്റെ വീഡിയോ കാണുന്നുണ്ടോ? എനിക്കത് കാണാൻ പറ്റുന്നില്ല. അതാ ഞാനൊന്ന്. അതെ, മാമിനെ കാണുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ടാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ശരിയാണോ? എനിക്കതിൽ എന്റേത് എനിക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ കുറച്ച് നോക്കി. പക്ഷെ മാം വിസിബിൾ ആണ്. ഓക്കെ ലെറ്റ് സ്റ്റാർട്ട്. കുഴപ്പമില്ല. ഓക്കെ, കേൾക്കാമല്ലോ. തുടങ്ങാം. ഓക്കെ, സോ മാമിനെ നമ്മുടെ സെഷനിലോട്ട് സ്വാഗതം. താങ്ക് യു. ഒരുപാട് ആസ്പിറൻസ് ഇപ്പോ മാം ഇപ്പോ ഒരുപാട് സ്വപ്നം കണ്ടു, ഒരുപാട് പ്രിപ്പയർ ചെയ്തു, ഈ വലിയൊരു സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടു അല്ലെ? സോ അതില് തികഞ്ഞ ഒരു പ്രിപ്പറേഷന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പങ്കുണ്ട്. സോ ഒരുപാട് ആസ്പിറൻസ് ഭയങ്കര മാമിന്റെ ഈ ഒരു ടോക്ക് അവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ മാമിന് എന്താണ് മാമിന്റെ ഈ ഒരു കേസ് ജേർണിയെ കുറിച്ച് സംസാരിക്കാനുള്ളത്? ജേർണി എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഗസറ്റഡ് ഓഫീസേഴ്സിനുള്ള പോസ്റ്റാണ്. അപ്പം ഞാൻ വെറ്റിനറി ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഗവൺമെന്റ് സർവീസിൽ കയറുകയാണ് ചെയ്തത്. അതൊരു 8 ഇയേഴ്സോളം സർവീസിലുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പം 1-2 അറ്റംപ്റ്റ് അത്ര കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. 1-2 അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ലാസ്റ്റ് അറ്റംപ്റ്റിന്റെ സീരിയസ് ആയിട്ടുള്ള സ്റ്റഡിയിലേക്ക് വരുന്ന സമയത്താണ് KS നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പൊ എനിക്ക് അതൊരു ബ്രിഡ്ജ് ചെയ്ത ഒരു സ്റ്റഡി ആയിട്ടാണ് ഞാൻ അത് ചെയ്തത്. UPSCയിലെ പ്രിപ്പറേഷൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. KSന്റെ ജേർണിയിലേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മെയിൻ ആയിട്ട് ഞാൻ ഇപ്പൊ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഡിസിഷൻസ് എടുക്കാനും ബെറ്റർ ആയിട്ട് ആളുകളൊക്കെ ഹെൽപ്പ് ചെയ്യാനും കുറെ കൂടി ഒരു ഫ്രീഡം ഉള്ള ഡൈവേഴ്സിറ്റി ഉള്ള ഒരു പോസ്റ്റ് എന്നുള്ളതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോയ്സിലേക്ക് എത്തിയത്. പ്രിലിംസിന്റെ സമയത്ത് പിന്നെ മെയിൻസിന്റെ സമയത്ത് എനിക്ക് അങ്ങനെ ലീവ് എടുക്കാനൊന്നും പറ്റില്ല. ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രിപ്പറേഷൻ ചെയ്തിരുന്നത്. അത് UPSC പ്രിപ്പയർ ചെയ്യുമ്പോഴും വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് മെയിൻസിന്റെ ലാസ്റ്റ് ഭാഗം ഒരു 10 to 15 days ഒക്കെ എനിക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂവിന് ഒരു 10 days ഒക്കെ ലീവ്, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ വർക്കിന്റെ കൂടെ തന്നെയാണ് ചെയ്തിരുന്നത്. കുട്ടികളും ഉണ്ടായിരുന്നു, 2 കുട്ടികളാണ്. അവർ ചെറുതാണ്. അപ്പം ഹസ്ബൻഡ് ഇവിടെ ഇല്ല, എബ്രോഡാ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കും കുഞ്ഞുങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതൊരു സ്ട്രഗിൾ പീരീഡ് ആയിരുന്നു. ഇപ്പൊ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടെൻഷനുള്ള ഒരു അൺസർട്ടനിറ്റി ഉള്ള പീരീഡ്. ശരിയാണ്, നമുക്ക് ജോലിയുണ്ട്, നമുക്ക് ആ ഒരു പ്ലാൻ ബി നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ പോലും നമ്മൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമാണ്, നമ്മൾ വർക്ക് ചെയ്ത ഒരു കാര്യം ആയതുകൊണ്ട് അത് കിട്ടണം എന്നൊരു വല്ലാത്തൊരു ഡിറ്റർമിനേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കത് കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. പക്ഷെ ഓവറോൾ എന്തായാലും അവസാനം അത് നല്ലതിലേക്ക് എത്തി. അത് നമുക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആണ് മാമിന്റെ ഈ ഒരു ജേർണി എന്ന് പറയുന്നത്. സോ ഇത്രയും കോംപ്ലിക്കേഷൻസിനിടയിൽ ഈ ഒരു ഇത്രയും വലിയൊരു ഉയർന്ന റാങ്കിലേക്ക് എത്തുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. സോ അതുകൊണ്ട് തന്നെയാണ് എനിക്കും പേഴ്സണലി മാമിന്റെ ജേർണി അത്രത്തോളം മോട്ടിവേറ്റിംഗ് ആയിട്ട്. കാരണം ഒരുപാട് ഫാമിലി മാനേജ് ചെയ്യുന്നു, ജോബിനെ മാനേജ് ചെയ്യുന്നു, അതിനിടയിലാണ് ഇത്രയും വലിയൊരു റാങ്കിലേക്ക് എത്തിപ്പെടുന്നത്. പിന്നെ വലിയൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് അത് ആദ്യ ബാച്ച് ആയിരുന്നു. സോ ഒരുപാട് ആംബിഗ്യൂറ്റി ഇടയിലാണ് ഇത്രയും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഉയരത്തിലേക്ക് എത്തിപ്പെടുന്നത്. സോ അത് തന്നെ വളരെ മോട്ടിവേറ്റിംഗ് ആയിരുന്നു. അതെ, അതില് എനിക്ക് സന്തോഷമുള്ള കാര്യം വെച്ചാൽ 2 ലിസ്റ്റിലും, അതായത് ഓപ്പൺ ലിസ്റ്റിലും ഞാൻ വന്നിരുന്നു. ഇതിലാണ് റാങ്ക് ഹയർ ആയിരുന്നു, അതിൽ റാങ്ക് കുറവായിരുന്നെങ്കിലും 2 ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ വർക്ക് ചെയ്ത എഫേർട്ട് അവസാനം അത് എന്താ പറയാ ഫ്രൂട്ട്ഫുൾ ആയി എന്നുള്ളതാണ് അതിന്റെ ഒരു. അതെ, വളരെ സന്തോഷം മാം. മാമിന് ഇപ്പോ നിലവില് മാം വർക്ക് ചെയ്യുന്ന ആ ഒരു കറന്റ് ഡെസിഗ്നേഷനെ കുറിച്ചും പിന്നെ നിലവില് ഞാൻ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ആയിട്ടായിരുന്നു. അത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്റേണൽ വിജിലൻസ് ആണ്. അത് നമ്മൾ കൂടുതലും ഡിസിപ്ലിനറി ആക്ഷൻസ്, സിറ്റിസൺസിന്റെ ഗ്രീവൻസസ്, അഴിമതി ആരോപണങ്ങൾ, പിന്നെ അങ്ങനെ വരുന്ന കേസസ് അന്വേഷിക്കുക, റിപ്പോർട്ട് തയ്യാറാക്കുക, എൻക്വയറി കണ്ടക്ട് ചെയ്യുക. അതായിരുന്നു അതിന്റെ ഒരു നേച്ചർ ഓഫ് വർക്ക്. ഫീൽഡ് വർക്കായിരുന്നു.
കംപ്ലീറ്റ്ലി ഫീൽഡ് വർക്ക് ആയിരുന്നു, ഓഫീസ് വർക്ക് അല്ല. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോവുക, എൻക്വയറി കണ്ടക്ട് ചെയ്യുക, അങ്ങനെയായിരുന്നു. അത് എൻ്റയർലി ലീഗൽ നേച്ചർ ഉള്ള ഒരു വർക്കായിരുന്നു. നമ്മൾ ആക്ട് റൂൾസും മാത്രം ഇത് ചെയ്യുക, കേസുകളെല്ലാം കോർട്ടിൽ പോകുന്നതായതുകൊണ്ട് ലീഗൽ നേച്ചറുള്ള ലോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതും ആക്ടും റൂളും മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു വർക്കായിരുന്നു. ഇപ്പം ട്രാൻസ്ഫർ ആയി സെക്കൻഡ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അണ്ടർ സെക്രട്ടറി ആണ്. അപ്പൊ അവിടെ ഞാൻ കൂടുതലും ഇലക്ഷനും ഫിനാൻസ് മാറ്റേഴ്സും ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ബഡ്ജറ്റും കൂടുതൽ ഈ ഫണ്ട് അലോക്കേഷൻസ്, സെൻട്രൽ ഗവൺമെന്റ് ഗ്രാൻസ്, അങ്ങനത്തെ നമ്മുടെ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ, കൂടാതെ ഇനിയിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻസ്, ഇനി വരുന്ന ഇലക്ഷൻസ് അതിന്റെ കണ്ടക്ട് ചെയ്യുന്ന അതിന്റെ ഡീറ്റെയിൽസ് അതാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം അതില് സ്ട്രെസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ സ്ട്രെസ്ഫുൾ ആണ് ഡെഫിനറ്റ്ലി. റെസ്പോൺസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല റെസ്പോൺസിബിലിറ്റി, റിസ്ക്കും ഉണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ ഈക്വലി അത് ഭയങ്കര എക്സൈറ്റിങ്ങും ലേണിംഗ് എക്സ്പീരിയൻസും ആണ്. ഓരോ ജോബ് നേച്ചർ, ഇപ്പൊ നമ്മുടെ ബാച്ച്മേറ്റ്സ് തന്നെ പല സ്ഥലത്തുള്ളവർ ഇങ്ങനെ പറയും, അതായത് എൻ്റയർലി ഡൈവേഴ്സ് ആയിട്ടുള്ള ജോബ് നേച്ചറുകളാണ് ഉള്ളത്. ഒരാൾ ചെയ്യുന്നതേ അല്ല വേറൊരാൾ ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്നത് അതിലും വ്യത്യാസമുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ബോർ അടിക്കുന്നില്ല. ഇൻ കേസ് ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഈ വർക്ക് എൻവറോൺമെന്റ് മോശമാണ്, നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ഹോപ്പ് ഉണ്ട്, നെക്സ്റ്റ് ഇയറിൽ നമ്മൾ മാറുമല്ലോ, അപ്പൊ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക്. അപ്പൊ ആ ഒരു ഡൾനെസ്സും മടുപ്പും എന്ന് പറയുന്നത് ഈ കരിയറിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ബാഡ് അല്ലെങ്കിൽ ഒരു കോൺസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ റിസ്ക്കും റെസ്പോൺസിബിലിറ്റിയും ഓരോന്നനുസരിച്ച് മാറും. ഇപ്പൊ വിജിലൻസ് ഓഫീസർ ആയിരുന്നപ്പോ എനിക്ക് ഔട്ട് ഓഫ് അവേഴ്സ് ഒന്നും വർക്ക് ചെയ്യേണ്ട, നമ്മൾ ആ സമയത്ത് കംപ്ലീറ്റ് ചെയ്യാതേ ഉള്ളൂ, യാത്രയാണ് എന്നുള്ളതാണ്. ഇവിടെയാണെങ്കിൽ 10 to 5 ഡെസ്ക് ജോബ് ആണ്, ഫയൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഇതിന് കുറച്ച് റിസ്കി നേച്ചറും കൂടുതലുമാണ്, ഫൈനാൻസ് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ ആ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ ഈ ട്രാൻസ്ഫർ ഒരു കോണാണ്. അത് ഞാനത് ആന്റിസിപ്പേറ്റ് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോ ഫാമിലിയും ഇതെല്ലാം ചിന്തിക്കും, നമുക്ക് ഓരോ ഇയറിലും ട്രാൻസ്ഫർ വരുമ്പോൾ അത് ആക്ച്വലി നമുക്ക് ഡ്രെയിനിങ് ആണ്. നമ്മൾ ഒരു പുതിയ സ്ഥലത്തേക്ക് പോകണം, എല്ലാം റീലൊക്കേറ്റ് ചെയ്യണം. അപ്പൊ അതൊരു ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരിയാണ് നല്ല വശം. നല്ല ജോലി ഭയങ്കര എക്സൈറ്റിംഗ് ആണ്, നല്ലതാണ്, ഒത്തിരി ഡിസിഷൻസ് എടുക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. അതെ, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു രണ്ട് എജുണ്ട്. അതെ, ഈ രണ്ട് ജോബും എൻ്റയർലി ഡിഫറെന്റ് ആണ്. നേരത്തെ ചെയ്തതേ അല്ല ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. ആ നോളജ് ബേസും അല്ല ഇതിന് വേണ്ടത്. അപ്പൊ എല്ലാം ഒന്നേന്ന് പഠിക്കണം. നമ്മൾ എപ്പോഴും പഠിക്കാൻ തയ്യാറായിരിക്കണം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും. അപ്പൊ നമുക്ക് 4 മാൻഡേറ്ററി ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഉള്ളത്. അപ്പൊ അത് എന്ന് പറയുമ്പോൾ സെക്രട്ടേറിയറ്റ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, GST, സ്റ്റേറ്റ് ടാക്സ്, പിന്നെ റവന്യൂ, ഈ 4 ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാവരും ഇരുന്നേ പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ 50 റാങ്കിലുള്ളവരാണ് ഫസ്റ്റ് ഈ റൊട്ടേഷനിൽ പോവുക. ആ 4 ഡിപ്പാർട്ട്മെന്റ്സ് കഴിഞ്ഞിട്ടാണ് അവർക്ക് ഔട്ട്സൈഡ് ഡിപ്പാർട്ട്മെന്റ്സ് കൊടുക്കുന്നത്, നോൺ മാൻഡേറ്ററി ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് മാറും. അപ്പൊ ഞങ്ങളിൽ 50 പേര് മാൻഡേറ്ററി ഡിപ്പാർട്ട്മെന്റ്സിലും 50 പേര് നോൺ മാൻഡേറ്ററി ഡിപ്പാർട്ട്മെന്റ്സിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് എനിക്ക് GSTയിലേക്കാണ് ട്രാൻസ്ഫർ ആവുക. അപ്പൊ ഈ 4 എണ്ണം എന്ന് പറയുന്നത് തന്നെ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ട് ഓരോന്നിലേക്ക് പോകുന്ന പോലെയാണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, അതാണ് ഈ ജോലിയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, വളരെ സന്തോഷം. അത് ഒരുപാട് അഡാപ്റ്റബിലിറ്റി അല്ലെങ്കിൽ ഒരുപാട് പഠിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ തരുന്നുണ്ട്. അതെ, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം, അഡാപ്റ്റബിലിറ്റി ഉണ്ടാവണം. നമ്മൾ ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യാത്ത ആളാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിൽ ഒരു സംശയമില്ല. കാരണം എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള വർക്ക് എൻവറോൺമെന്റ്സ് ആണ് നമുക്ക് ഉണ്ടാവുക, സബ്ജക്ട് നേച്ചറും എല്ലാം. പിന്നെ എന്താ അറിയോ, നമ്മൾ ഈ പോകുന്ന ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ നമ്മൾ കുറച്ചൊരു ഹോസ്റ്റിലിറ്റിയോട് കൂടിയേ കാണുള്ളൂ. പിന്നെ അവിടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ലെവലിലുള്ള കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇരുന്ന് പ്രൊമോട്ടായി ആ വിഷയത്തിൽ എന്താ പറയാ നല്ല പ്രാവീണ്യമുള്ള ആൾക്കാരാണ് നമ്മളുടെ സെയിം കേഡറിൽ ഇരിക്കുക. നമ്മളാണെങ്കിൽ അതിനെപ്പറ്റി ഒന്നും അറിയാതെ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പൊ അവരുമായിട്ട് ഒരു ടസൽ ഉണ്ടാവും. ആ വർക്ക് പ്രൂവ് ചെയ്യാന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ്. നമ്മൾ അവരോടൊപ്പം അല്ലെങ്കിൽ അവരെക്കാട്ടിലും നല്ലതാണ് എന്നുള്ളത് ഒബ്വിയസ്ലി എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ്. ഓക്കെ, അവരെന്താ ചെയ്യാൻ പോണേ എന്നൊരു ആംഗിളിലാണ് അവർ കാണുക. അപ്പൊ നമ്മള് ആ ഒരു ഇതുണ്ട്, പഠിച്ചെടുക്കണം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ. അതെ അതെ, വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരുപാട് അപ്ഗ്രേഡ് നമുക്ക് തന്നെ പേഴ്സണലി സംഭവിക്കുന്നുണ്ട്. അതും വളരെ കണ്ടിന്യൂസ് ആയിട്ടാണ്. അത് ഓരോ വർഷവും നമ്മൾ ഒരുപാട് പഠിക്കുന്നു, വീണ്ടും അടുത്ത വർഷവും ഒരുപാട് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇൻഡിവിജ്വലി തന്നെ നമുക്ക് ഒരുപാട് ഗ്രോത്ത് ഉള്ള ഒരു ഏരിയ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, വളരെ സന്തോഷം മാം. പിന്നെ ഇപ്പോൾ നിലവിൽ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും പ്രിലിംസ് എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു കട്ട് ഓഫും ഒക്കെ ആലോചിച്ച് എല്ലാവരും ഒന്ന് ടെൻസ്ഡ് ആയിരിക്കും. എന്നാലും ഇനി മെയിൻസിലെ ആ ഒരു ജേർണിയിലേക്ക് എല്ലാവരും കടക്കാനിരിക്കുകയാണ്. പരീക്ഷ October 17, 18 സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ടും മുന്നത്തെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത്
മാം പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രിലിംസിന് പഠിക്കുമ്പോൾ തന്നെ മെയിൻസിനും കൂടെ മുൻകണ്ടുകൊണ്ട് നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. കാരണം അപ്പോഴേ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ ബാലൻസ്ഡ് ആവുകയുള്ളൂ. സോ അതുകൊണ്ടുള്ള ഒരു ഗുണങ്ങളും ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ മാമിന് ഇത് എങ്ങനെയാണ് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഞാൻ ആദ്യം തൊട്ടേ അങ്ങനെ ഒരു അപ്രോച്ച്, ഫിലിംസ് വേറെ മെയിൻസ് വേറെ എന്നൊരു അപ്രോച്ച് എടുത്തിട്ടില്ല. അപ്പൊ അതെ. ആദ്യം തൊട്ടേ പഠിക്കുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് യൂസ്ഫുൾ ആയിരുന്നു. കാരണം നമ്മൾ മെയിൻസിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കാത്ത പോർഷൻസ് മാത്രം നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ മതിയായിരുന്നു. നേരത്തെ പ്രിപ്പയർ ചെയ്തത് നമുക്ക് റിവൈസ് ചെയ്താൽ മതി. അങ്ങനെ അതുകൊണ്ടാണ് അത്. പക്ഷെ ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ചെയ്യാത്തവരുണ്ടെങ്കിലും ചെയ്തവരുണ്ടെങ്കിലും ഇനി അതിന് എന്താ പറയാ റിലവൻസ് ഇല്ലല്ലോ. കാരണം ടൈം ഇനി എത്തിപ്പോയില്ലേ. 3 months അല്ലേ ഇനിയുള്ളൂ. പ്രിപ്പയർ ചെയ്യാൻ ഇനി വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പൊ ഇനി പ്രിലിംസിന് മെയിൻസ് എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ മെയിൻസിനായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക ആദ്യം തൊട്ട്. ചെയ്തവര് ഓക്കെ ആ ഭാഗങ്ങൾ മാറ്റി വെച്ചിട്ട് പുതിയത് പഠിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ കവർ ചെയ്യാൻ നോക്കാം. അതേ അതിന് രണ്ടും കോമൺ ആയിട്ടുള്ള പ്രിപ്പറേഷനിൽ അതേ ഇനി റിലവൻസ് അതിനേ ഉള്ളൂ. അതെ അതെ. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. പിന്നെ മാമിന് ഈ ഒരു മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അപ്പൊ ആ ഒരു പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം മെയിൻസ് നമ്മൾ മാം അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം പ്രത്യേക കാര്യങ്ങളായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്? കാരണം വലിയൊരു എലിമിനേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി മെയിൻസിലേക്ക് ഒരുങ്ങേണ്ടതിന് ഒരു പ്രത്യേക രൂപമുണ്ട്. അവിടെ 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 നമ്മൾ അതിനോട് അപ്രോച്ച് ചെയ്യേണ്ടതും ആ പരീക്ഷയുടെ സ്വഭാവം തന്നെ വ്യത്യാസമുണ്ട്. സോ അവിടെ എന്ത് കാര്യങ്ങളാണ് മാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്? അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു? അതെ, ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ആദ്യം സിലബസ് പഠിക്കുക. അതാണ് ആദ്യം വേണ്ടത്. നമ്മൾ ആദ്യം 3 പേപ്പറിന്റെ സിലബസ് നന്നായി വായിച്ച് ഓരോന്നിലും എന്തൊക്കെ സബ് ടോപ്പിക്സ് വന്നിട്ടുണ്ട്, ആ ഹെഡിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കുക. അതാണ് ആദ്യം വേണ്ടത്. പിന്നെ ഈ ഓരോന്നിനും വേണ്ട സോഴ്സസ് ഐഡന്റിഫൈ ചെയ്യുക. മേ ബി നമുക്ക് കോംപ്രിഹെൻസീവ് ആയിട്ട് കവർ ചെയ്യാനുള്ള സമയം ഇല്ലെങ്കിൽ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും നമ്മൾ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സോഴ്സസ് ഐഡന്റിഫൈ ചെയ്യുക. ആ സോഴ്സസ് എപ്പോഴും ഇലാബറേറ്റ് ആയ അനാവശ്യമായ അങ്ങനെയുള്ള സോഴ്സസ് ആവാതെ എന്താ പറയാ എക്സാക്ട്ലി പിൻ പോയിന്റ് ചെയ്ത് ആ ടോപ്പിക്കിൽ എന്താണോ പഠിക്കേണ്ടത് അത് മാത്രം പഠിക്കുന്ന രീതിയിലുള്ള സോഴ്സുകൾ ഐഡന്റിഫൈ ചെയ്ത് നോട്ട്സ്, ഇനിയിപ്പോ നിങ്ങൾക്ക് നോട്ട് എഴുതാനുള്ള സമയമില്ലെങ്കിൽ ഈ നോട്ട്സ് ആയിട്ട് സൂക്ഷിച്ച് ആ നോട്ട്സ് കീപ്പ് ചെയ്ത് നമ്മളത് റിവൈസ് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് റിക്കളക്ഷൻ വളരെ കുറവായിരിക്കും. ഒത്തിരി നമുക്ക് ഈ ഉള്ള ആൾക്കാരിലെ വളരെ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി ഒക്കെ ഉണ്ടാവുള്ളൂ. ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അത് ഓർത്ത് റിക്കളക്ട് ചെയ്ത് പിന്നീട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ 90% ആൾക്കാർക്കും റിപ്പീറ്റഡ് റീഡിങ്ങിലൂടെ മാത്രമേ വായിച്ച പോയിന്റ്സ് റീകളക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് റിവിഷൻ ഉള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഇത് എപ്പോഴും ചെയ്യണം. അപ്പൊ റിവൈസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ മെറ്റീരിയൽ വേണമല്ലോ. മിക്കവരും കാണിക്കുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക് എടുക്കും, അത് വായിക്കും, പഠിക്കും, അത് പിന്നെ ഞാൻ കളഞ്ഞു. പിന്നെ റിവൈസ് ചെയ്യാൻ ആ മെറ്റീരിയൽ കണ്ടുപിടിക്കാനോ തപ്പി നടക്കാനോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വായിക്കുന്നതെല്ലാം സൂക്ഷിക്കുക, അറേഞ്ച് ചെയ്ത് സൂക്ഷിക്കുക, അത് റിവൈസ് ചെയ്യുക. അപ്പോൾ പറ്റുന്നിടത്തോളം ഒന്നും എലിമിനേറ്റ് ചെയ്യാതെ പറ്റുന്നോളം ടോപ്പിക്സ് കവർ ചെയ്യാൻ നോക്കുക. പക്ഷെ ഇൻ കേസ് നമുക്ക് പഠിച്ചെത്തുന്നില്ല, അല്ലെങ്കിൽ സിലബസ് കവർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നോക്കിയിട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ വേൾഡ് ഹിസ്റ്ററി നമ്മളത് മുഴുവൻ പഠിച്ചാലും ചിലപ്പോൾ ഒരു ചോദ്യം വരാൻ അതെ അതെ. സാധിക്കും. അതെ, നമ്മൾ മൊത്തത്തിലുള്ള ഒരു വെയിറ്റേജ് നോക്കുമ്പോൾ കേരള ഹിസ്റ്ററിക്ക് ആയിരിക്കാമല്ലോ വെയിറ്റേജ് എപ്പോഴും കൂടുതൽ വരിക. അപ്പൊ അത് ഒമിറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ എന്താണോ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് ആ രീതിയിൽ അതിനെ ഒരു ജഡ്ജ് ചെയ്യുന്നത് അവനോന്റെ ഇതാണ്. അതായത് സ്ട്രെങ്തും വീക്ക്നെസ്സും അവനോന്റെ പോലെ. പെട്ടെന്ന് ഒരു സബ്ജക്ട് ഒരാൾക്ക് അറിയാവുന്നതാണ്, അത് മൊത്തം പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത് കവർ ചെയ്ത ശേഷം ഒട്ടും പറ്റാത്തൊരു സാധനം ഒമിറ്റ് ചെയ്യുക. അത് നോക്കിയിട്ട് ചെയ്യുക. അവനോന്റെ ഒരു ജഡ്ജ്മെന്റ് യൂസ് ചെയ്താണ് അത് ഡിസൈഡ് ചെയ്യേണ്ടത് ഏത് പഠിക്കണം ഏത് പഠിക്കണ്ട എന്നുള്ളത്. പക്ഷെ കഴിവതും എല്ലാം പഠിക്കുക എന്നുള്ളതാണ്, ഒന്നും ഒമിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പൊ എന്തായാലും നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് എന്താണോ അത് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒട്ടും പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് തീരെ അറിയില്ല എന്ന് തോന്നുന്നത് ആദ്യം പഠിക്കാൻ നോക്കുക. അപ്പൊ നമ്മളത് വെച്ചിരുന്ന് നമ്മൾ നീക്കി വെച്ചിരുമ്പോൾ അവസാനം നമുക്കത് ടാക്കിൾ ചെയ്യാനുള്ള സമയവും ഉണ്ടാവില്ല, മെന്റൽ സ്പേസും ഉണ്ടാവില്ല. അപ്പൊ ആ തുടക്കത്തിലെ ആദ്യ പാടുള്ളത് അങ്ങ് തീർത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു സമാധാനം കിട്ടും, കുറച്ചുകൂടെ മുമ്പോട്ടുള്ള ജേർണി ഈസി ആയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ഡേ 1 തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇതിൽ ഒരു ഉപേക്ഷ വിചാരിക്കാതെ പേപ്പർ കറക്റ്റ് ആയിട്ട് വായിക്കുക. കറണ്ട് അഫയേഴ്സ്, പ്രത്യേകിച്ച് കേരള കറണ്ട് അഫയേഴ്സ് നമുക്ക് UPSC ഉള്ള പോലെ സോഴ്സസ് ഒന്നുമില്ല. UPSC ഇപ്പൊ നമ്മൾ പേപ്പർ വായിച്ചില്ലെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ സോഴ്സസ് അവൈലബിൾ ആണ്. ഒരു മന്ത്ലി ആയിട്ടോ വീക്ക്ലി ആയിട്ടോ ഡെയിലി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കറണ്ട് അഫയേഴ്സ് വായിക്കാം. പക്ഷെ കേരള കറണ്ട് അഫയേഴ്സിന് അതൊരു ഓപ്ഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് പേപ്പർ വായിക്കുക, അത് നോട്ട് ഡൗൺ ചെയ്യുക. അപ്പം എക്സാമിന്റെ ആംഗിളിൽ നിന്ന് ആ പേപ്പർ വായിക്കുക. ഇത് എന്താന്ന് പറയാ, ഇപ്പം എക്സാമിന് എങ്ങനെയായിരിക്കാം ക്വസ്റ്റ്യൻസ് വരിക, ഈ ക്വസ്റ്റ്യനിൽ നിന്ന് എക്സാമിലേക്ക്. ഫോർ എക്സാമ്പിൾ മണ്ണിടിച്ചിൽ, പ്രളയം, അങ്ങനെ വരുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് റിലേറ്റഡ് ആണ് ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിലൊരു സംശയമില്ല, ആർക്കും സംശയമില്ല. അപ്പൊ അത് നമ്മൾ കളക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് എഴുതി പോവുക. എന്താണ് അതിൽ വരുന്നത്. ഇപ്പൊ ഓയിൽ സ്പിൽ ഡിസാസ്റ്റർ ഉണ്ട്, ഡെഫിനറ്റ്ലി ചോദിക്കാമല്ലോ മാനേജ്മെന്റ് ഓഫ് ഓയിൽ സ്പിൽ ഡിസാസ്റ്റർ എങ്ങനെയാണ് ചെയ്യുന്നത്.
അപ്പൊ അങ്ങനെ പത്രത്തിൽ എന്താണോ ചോദ്യത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് തോന്നുന്നത് അത് ഐഡന്റിഫൈ ചെയ്യുക. ബയോഡൈവേഴ്സിറ്റി, പിന്നെ ഗവൺമെന്റ് സ്കീംസ്, ബഡ്ജറ്റ്, അങ്ങനെ ഓരോന്നും വായിക്കുമ്പോൾ അതിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യത. എന്നാൽ ഈ ചവറുകളൊന്നും വായിച്ച് സമയം കളയുകയും ചെയ്യും. പൊളിറ്റിക്കൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഒട്ടും റിലവന്റ് അല്ല. എക്സാമിന് റിലവന്റ് ആയിട്ടുള്ള എന്താണോ അത് മാത്രം വായിക്കുകയും നോട്ട് എഴുതുകയും ചെയ്യും. അപ്പൊ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യണം, അതാണ് പിന്നുള്ള ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം റൈറ്റിംഗ് പ്രാക്ടീസ് വേണം. റൈറ്റിംഗ് പ്രാക്ടീസ് ഇല്ലാതെ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. എനിക്ക് തോന്നുന്നില്ല KS പോലത്തെ ഒരു എക്സാം റൈറ്റിംഗ് പ്രാക്ടീസ് ഇല്ലാതെ ആരും സക്സീഡ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും ചെയ്യില്ല. കാരണം അത് നമുക്ക് പല രീതിയിലുള്ള ചലഞ്ചസ് ആണ് റൈറ്റിംഗ് എക്സാം പ്രസന്റ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ടൈം ലിമിറ്റ്. ഇപ്പം 2 മണിക്കൂറിൽ ഒരു കാരണവശാലും എഴുതി തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. വേറൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളത് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഞങ്ങൾക്ക് അതൊരു ഷോക്കായിട്ടാണ് നമുക്ക് ആ പേപ്പർ വന്നത്. പക്ഷെ ഇനിയിപ്പോ എഴുതുന്നവർക്ക് അത് അറിയാം അങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. അതായത് UPSC പോലെ അല്ല. ഈ 5 മാർക്കിന്റെ ചോദ്യത്തിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 10 മാർക്കിന് എഴുതിയാലും തീരാത്ത ചോദ്യം. അതിന് കൊടുത്തിരിക്കുന്ന സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാർക്കിന് എഴുതാനുള്ള സ്പേസ്. ആ രീതിയിലുള്ള കോൺട്രാഡിക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും സ്പേസും ടൈമിങ്ങും ആണ് വരുന്നത്. എന്താ പറയാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അറിയേണ്ടത് നമ്മൾ പല ടൈം ലിമിറ്റ് വെച്ച് പല സ്പേസിൽ പല രീതിയിൽ ചോദ്യങ്ങൾ എഴുതി ശീലിക്കണം. അപ്പം അതല്ലാതെ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, നമ്മളത് എഴുതി. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു റൈറ്റിംഗ് പ്രാക്ടീസ് ഇല്ലാത്തവർക്ക് അത് വലിയ പാടായിരിക്കും. ഇപ്പൊ ചില ആൾക്കാർക്ക്, ഇപ്പൊ എനിക്ക് റൈറ്റിംഗ് എന്റെ സ്ട്രെങ്ത് ആണ്. ലാംഗ്വേജ് എനിക്കൊരു ഇഷ്യൂ അല്ല. എനിക്ക് എന്റെ തോട്ട്സ് പേപ്പറിലേക്ക് എത്തിക്കാൻ എനിക്ക് അത് ഇഷ്യൂ ഉള്ള ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് ഞാൻ ആസ് ഓൺ റൈറ്റിംഗ് പ്രാക്ടീസ് വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. ഞാൻ പോയിന്റ്സ് ഫ്രെയിം ചെയ്യേ ടൈം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ 1 2 വീതം എഴുതിക്കും. പക്ഷെ അതില്ലാത്ത ആൾക്കാർ എഴുതുക തന്നെ വേണം. അവരൊക്കെ ആ തോട്ട്സ് വാക്യങ്ങളാക്കി പേപ്പറിലേക്ക് വരുത്താനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ഡേ 1 തൊട്ട് ഇപ്പൊ തന്നെ ചെയ്താലും 3 മാസം കൊണ്ട് അത് ഓക്കെ ആയി വരുള്ളൂ. അതാണ് ഒത്തിരി ടൈം വെച്ച് എഴുതി ശീലിക്കുക. ഒരു ടെസ്റ്റ് സീരീസ് ഡിലിജന്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഇപ്പൊ ഞങ്ങള് ഫോളോ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. റിലീജിയസ് ആയി തന്നെ ക്വസ്റ്റ്യൻസ് എഴുതുക, ഫീഡ്ബാക്ക് വാങ്ങിക്കുക, എല്ലാ ടോപ്പിക്കിലും ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഹാൻഡ് റൈറ്റിംഗ് മോശമായിട്ടുള്ള ആൾക്കാരെ അത് ലെജിബിൾ ആക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മൾ എത്ര നല്ലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും വായിച്ചിട്ടുള്ള അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ മാർക്ക് കിട്ടത്തില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എന്താ പറയാ, അവർ ഹാൻഡ് റൈറ്റിംഗ് ലെജിബിൾ ആയിക്കൊണ്ട് എഴുതി സ്പീഡ് കൂട്ടാനുള്ള വഴികൾ ആദ്യം തൊട്ടേ നോക്കുക. കൂടുതലും ഡയഗ്രാംസും ചാർട്ട്സും ഒക്കെ ഉപയോഗിക്കാനായിട്ട് ശീലിക്കുക. അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പരത്തി എഴുതി അത് വായിച്ച് ബുദ്ധിമുട്ടാക്കാതെ ആ രീതിയിൽ അങ്ങനെ നോക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു അതിനകത്ത് മെയിൻ ആയിട്ട് പിയർ സ്റ്റഡി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് പഠിക്കുന്ന ആൾക്കാർ. അപ്പോൾ നമുക്ക് ബൾക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ഇപ്പം എക്കണോമിക് റിവ്യൂ, എക്കണോമിക് സർവേ പോലെയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ അത് മുഴുവൻ ഒരാൾ ആദ്യത്തെ അവസരം വരെ വായിച്ചു തീർക്കുക എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇതാ അപ്പൊ ഞങ്ങൾ ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരാൾ ഒരു ചാപ്റ്റർ വായിക്കും, വേറൊരു ചാപ്റ്റർ വായിക്കും. ആ വായിച്ച ചാപ്റ്റർ കൺസൈസ് ചെയ്തിട്ട് 1/2 പേജോ 1 പേജോ ആയിട്ട് ആ നോട്ട് ഷെയർ ചെയ്യും. അപ്പൊ ഇൻഇഫക്റ്റ് 4 പേരുണ്ടെങ്കിൽ നമുക്ക് 1 2 ചാപ്റ്റർ വീതം വായിക്കേണ്ടി വന്നിട്ടുള്ളൂ. ഫുള്ള് ബുക്ക് കവർ ആവുകയും ചെയ്യും, മറ്റേത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വായിക്കുകയും ചെയ്യും. അപ്പൊ ആ രീതിയിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഷെയർ ചെയ്യുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് നമ്മൾ എക്സാംസ് എഴുതുന്നതും ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യലും അങ്ങനെ ചെയ്യുന്നു. അപ്പൊ എനിക്ക് അതുകൊണ്ട് പിയർ സ്റ്റഡി വളരെ യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇനിയുള്ള ഒരു 4 മാസത്തിൽ ഒറ്റയ്ക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ അല്ല. കാരണം വോളിയം ഓഫ് സിലബസ് അത്ര ഉള്ളത് കൊണ്ട് നേരത്തെ UPSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നവർക്ക് അത് ഇഷ്യൂ ആവുന്നില്ല. കാരണം അവർക്ക് ഒരു 70% കവേർഡ് ആയിരുന്നു. അങ്ങനെ അല്ലാത്ത ആൾക്കാർക്ക് അത് ഡിഫിക്കൽട്ട് ആയി. അപ്പം എനിക്കൊന്നും ഇതൊക്കെ തന്നെയാണ് മേജർ പോയിന്റ്സ് നമ്മൾ പ്രിപ്പറേഷനിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മെയിൻ കാര്യങ്ങൾ. അതെ അതെ, വളരെ ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു മാം. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളതും ചോദിക്കാനുള്ളതും, ഇപ്പോൾ മാം ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. കാരണം ഇതിൽ ഒരു വിഭാഗം ആളുകൾ ഇതുപോലെ അമ്മയായിട്ടുള്ള, അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ഫാമിലി ഷോർട്സുകളെല്ലാം മാനേജ് ചെയ്തു പോകുന്ന ഒരുപാട് സ്ത്രീകളും നമ്മുടെ കൂടെ ഉണ്ട്. സോ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരാണെങ്കിലും മൾട്ടിപ്പിൾ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസിനിടയിൽ ടൈം ഇതിന് വേണ്ടിയിട്ട് കണ്ടെത്തുക, ആ ഉള്ള ഡെയിലി ആക്ടിവിറ്റീസിനിടയിൽ ഇതിനായിട്ട് ഒരു സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. സോ മാമിന് അത് എത്രത്തോളം എങ്ങനെയായിരുന്നു മാം അത് ചെയ്തു വന്നിട്ടുണ്ട്? പിന്നെ അതിനകത്ത് ഒരു 2-3 ഫാക്ടേഴ്സ് എനിക്ക് ലക്കി ആയിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് എന്റെ ഡെസ്ക് ജോബ് ആയിരുന്നു. ഇപ്പം 10 to 5 ആയിരുന്നു. ഭയങ്കര വർക്കൊന്നും വർക്ക് ലോഡൊന്നും ഉണ്ടായിരുന്നില്ല. മാനേജബിൾ ആയിട്ടുള്ള വർക്കായിരുന്നു.
അപ്പൊ അങ്ങനെ ഉം. അല്ലാത്തവരാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ വർക്ക് ലോഡ് ഒരുപാടുള്ളവരാണ് അവർ ലീവ് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്നാണ് എന്റെ അതെ ഓപ്ഷൻ. അതെ. മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഉം. ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു എക്സാം അല്ലേ, നമ്മളപ്പം അതിനെ ആ രീതിയിൽ കണ്ടല്ലേ പറ്റൂ. അപ്പൊ ഉം. അങ്ങനെയുള്ളവർ ലീവ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു ഇത്. അതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു രാവിലെ 10 to 5 ജോബിനിടയിൽ എല്ലാം കൂടെ ഒരു 3 hours 4 hours ഹാൻഡിൽ ചെയ്യാനുള്ള വർക്ക് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ഭാഗം കുറച്ച് റിലാക്സ്ഡ് ആയിരുന്നു, വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ ഓഫീസിൽ എനിക്ക് പറ്റുന്നിടത്തോളം സമയവും പഠിക്കുമായിരുന്നു. ഉം. ജോലികളെല്ലാം പെട്ടെന്ന് തീർത്തിട്ട് കഴിയുന്നിടത്തോളം ഞാൻ വായിക്കുമായിരുന്നു. ലഞ്ച് ബ്രേക്സും ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു. ആ രീതിയിൽ അത് പ്ലാൻ ചെയ്തു തന്നെ. അതായത് പേപ്പർ വായിക്കുന്നതായിരുന്നു ഞാൻ ഓഫീസിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആ പേപ്പർ കൊണ്ടുപോയിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് പേപ്പർ വായിച്ച് കറണ്ട് അഫയേഴ്സ് മുഴുവൻ കളക്ട് ചെയ്ത് കറണ്ട് അഫയേഴ്സ് ആണ് ഞാൻ ഓഫീസിൽ തീർത്തുകൊണ്ടിരുന്നത് കൂടുതൽ. ഓക്കെ. അപ്പൊ അതങ്ങ് ഇടയില്ല. അപ്പൊ ഞാൻ അതപ്പോ എല്ലാ ദിവസവും ഓഫീസിൽ പോയി അതങ്ങ് ചെയ്യുന്നത് കൊണ്ട് അതങ്ങ് തീരുമായിരുന്നു. അതെ. പിന്നെ ഇത് ആ രീതിയിൽ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യുക. നമ്മൾ ഒരു പോർഷൻ ഉം. കവർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് അത് തീർക്കാൻ നോക്കാം. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് എനിക്ക് വീട്ടിൽ സഹായത്തിന് ആളുണ്ടായിരുന്നു. അത് ഞാൻ ഇല്ലെന്ന് പറയുന്നത്, ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി വളരെ നല്ല ഒരാളായത് കൊണ്ടാണ് എനിക്ക് ആ ഭാഗം കുറെ റിലാക്സ്ഡ് ആയിരുന്നു. നമ്മൾ അതെ. ഉണ്ട് ശ്രദ്ധിക്കണം എന്നാൽ പോലും, കാരണം കുഞ്ഞുങ്ങൾ തീരെ ചെറുതായിരുന്നത് കൊണ്ട് നമ്മുടെ അതെ. ശ്രദ്ധ വേണമായിരുന്നു. പക്ഷെ എന്നാലും ഒരാൾ സഹായത്തിന് ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ ഞാൻ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്യുമായിരുന്നു എല്ലാ കാര്യങ്ങളും. ഒരാഴ്ചത്തേക്കുള്ള കാര്യങ്ങൾ, ഇപ്പം മെനു ആണെങ്കിലോ അല്ലെ സാധനങ്ങൾ വാങ്ങാനുള്ളതും ഒക്കെ ഒരൊറ്റ തോട്ട് പ്രോസസ്സിൽ അത് തീർത്തിട്ട് എന്നും നമ്മൾ നാളെ എന്താ ഉണ്ടാക്കുക നാളെ എന്താ വാങ്ങിക്കുക ഇത് ഒഴിവാക്കിയിട്ട് ഒരുമിച്ച് ചെയ്ത് തീർക്കുന്നത് പോലെ നോക്കുമായിരുന്നു. പിന്നെ അപ്പൊ എനിക്കുള്ളത് കഴിവതും ഈ സമയത്ത് അങ്ങനെ കുട്ടികളും മറ്റുള്ളവരെ എത്ര ഹെൽപ്പ് സീക്ക് ചെയ്യാൻ പറ്റുമോ, ഫാമിലി ആണോ അതെ. ആരാണെങ്കിലും അത് അതെ. സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് പഠിക്കാൻ മാക്സിമം സമയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെത്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ സിലബസും പ്ലാനിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ മൂവ് ചെയ്യുക. ഇത്ര ഭാഗം നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ തീർക്കും, ഇത് ഇത്ര നാൾ കൊണ്ട് നമ്മൾ ഇത് തീർന്നിരിക്കും. ആ രീതിയിൽ അതെ. ഡിവൈഡ് ചെയ്ത് തന്നെ ടാർഗറ്റ്സ് കീപ്പ് ചെയ്ത് തന്നെ പോവുക. അല്ലാതെ ഉം. അതുകൊണ്ടാണ് ഒരു ടെസ്റ്റ് സീരീസിന് ജോയിൻ ചെയ്യേണ്ടത്. കാരണം സബ്ജക്ട് വൈസ് ടെസ്റ്റ് സീരീസ് ആകുമ്പോൾ അവർ ഇന്ന പോർഷന്റെ പരീക്ഷയാണല്ലോ ഈ ആഴ്ച വരുന്നത്. അപ്പൊ നമ്മൾ അത് അതെ. എങ്ങനെയെങ്കിലും ആ പരീക്ഷയ്ക്ക് മുന്നേ പഠിച്ചു തീർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമല്ലോ. അതെ. അപ്പം അതില്ലാതെ ഒരു ടെസ്റ്റ് സീരീസ് ഇല്ല, ഒരു സിലബസ് ഡിവൈഡ് ചെയ്തിട്ടില്ല, എക്സാം ഇല്ലാതെ ചെയ്യാൻ ശ്രമിച്ചാൽ കടലിൽ പോകുന്ന പോലെ ഉണ്ടാവുകയുള്ളൂ. ടാർഗറ്റ്സ് ഉം. ഒരിക്കലും നമ്മൾ അച്ചീവ് ചെയ്യില്ല. അപ്പൊ അതെ. എനിക്ക് അതെ. തോന്നുന്നു അതാണ് മെയിൻ ആയിട്ട് ഉം. വേണ്ടത്. പിന്നെ ഉം. ജോലി ഇപ്പം ഓഫീസിലെ ജോലി അത്രയ്ക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ജോലിയാണെങ്കിൽ കുറച്ചങ്ങ് ഉഴപ്പി ഒരു 2-3 മാസം നമ്മളൊന്ന് ലീനിയന്റ് ആയി, അല്ലാത്തപ്പോൾ നമ്മൾ നല്ലപോലെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ആ സമയത്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ നോക്കുക. അവിടുത്തെ ജോലി അധികം ഒന്നും ചെയ്യാതെയോ അല്ലെ അങ്ങൊന്ന് അഡ്ജസ്റ്റ് ചെയ്തും ഒക്കെ ഒന്ന് ഇപ്പൊ നമ്മളിടുന്ന എക്സ്ട്രാ എഫേർട്ട് ഒന്ന് കുറച്ചിട്ട് അല്ലാതെ അതെ. നമ്മളെ കാര്യങ്ങളും കൂടെ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത് ഞാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഡെസ്ക് ജോബിലേക്ക് മാറിയത്. ഞാൻ ഉം. ഫീൽഡിൽ ഡോക്ടർ ആയിരുന്നതിൽ നിന്ന് ഇതിലേക്ക് മാറാനുണ്ടായ ഒരു റീസണും അത് തന്നെയായിരുന്നു. അതെ. ഫീൽഡിൽ നിന്നുകൊണ്ട് എന്തായാലും ഇത് പഠിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അപ്പൊ ഉം. അതുകൊണ്ട് അതായിരുന്നു എനിക്ക് തോന്നുന്നു ഹെൽപ്പ് ചെയ്ത ഒരു എസെൻഷ്യലി ഉം. പ്ലാനിങ് ഗോസ് എ ലോങ് വേ. അതാണ് നമ്മൾ ഓക്കെ. ശ്രദ്ധിക്കേണ്ടത്. വളരെ സന്തോഷം മാം. പിന്നെ മാമിന് അറിയാലോ, ഇപ്പൊ ഈ ഒരു മെയിൻസിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാവും. കാരണം ഇനി നമ്മൾ ഏതാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ റിവിഷന്റെ സമയത്ത് ഭയങ്കര ഒരു ബഹളമാണ്. കാരണം ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെസ്സും ഒരു ബേൺ ഔട്ടും ഭയങ്കര കൺഫ്യൂഷനൊക്കെ ഉള്ള ഒരു സ്റ്റേജ് ആണ് ഇനി വരാൻ പോകുന്നത്. പരീക്ഷ ഒക്ടോബറിൽ വരുന്നുണ്ട്. സോ ആ ഒരു ലാസ്റ്റ് സമയത്ത് അല്ലെങ്കിൽ ഒരു അവസാനത്തെ ആ ഒരു മാസം അല്ലെങ്കിൽ ആ ഒരു 10-15 ദിവസങ്ങളിൽ മാം ഇതെല്ലാം ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് ടെൻഷനും ആങ്സൈറ്റിയും ഉണ്ടാവും, അതെ. അതിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്, നമുക്ക് ഇതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സ്ട്രെസ് ആങ്സൈറ്റിയും അതെ. വരാതിരിക്കില്ലല്ലോ. അപ്പൊ എന്തായാലും ഉണ്ടാവും. അപ്പം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ലാസ്റ്റ് നിമിഷത്തേക്ക് പഠിത്തം ഒന്നും മാറ്റി വെക്കാണ്ടിരിക്കും. കാരണം പിന്നെ മാറ്റി. നമുക്ക് പുതിയ ഇൻഫർമേഷൻ പിന്നെ ഗ്യാദർ ചെയ്യാൻ പാടായിരിക്കും. നമ്മൾ അതെ. പഠിച്ചത് അത് റിവൈസ് വലിയൊരു ചെയ്യാൻ നമുക്ക് ചാലഞ്ചാണ്. പറ്റും. പെട്ടെന്ന് പുതിയ അതെ, ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ ഒരു കൺഫ്യൂഷനും പാനിക്കും വരുമല്ലോ. പനിക്ക് വരും. അതുകൊണ്ട് ഞാൻ പറയാ, ഇപ്പൊ ഒരു 15 ഡേയ്സിന് മുന്നേ പഠിത്തം അങ്ങ് നിർത്തിയിട്ട് റിവിഷനിലേക്കും എക്സാമിലേക്കും ഒന്ന് ഫോക്കസ് ചെയ്യുക. കംപ്ലീറ്റ് എക്സാംസ് എഴുതുക, അതിലറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കുക, വീണ്ടും എക്സാംസ് എഴുതുക, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട്. അല്ലാതെ പുതിയ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ നിൽക്കുന്നതിൽ അർത്ഥമില്ല ലാസ്റ്റത്തെ ഉം. ഒരു 10-15 ദിവസം. പിന്നെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഡേറ്റ, അതായത് എപ്പോഴും നമ്മൾ എസ്പെഷ്യലി സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ളതും എല്ലാത്തിലും തന്നെ ഹിസ്റ്ററി ഒഴിച്ച് മേ ബി എല്ലാത്തിലും നമ്മൾ ഡേറ്റ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് എഴുതുമ്പോൾ മാത്രമേ നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടുള്ളൂ. നമ്മൾ വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതും അതിന്റെ ഡേറ്റ കൊണ്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് എഴുതുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം
ഡേറ്റയും നമ്പേഴ്സും നമ്മൾ ഓർക്കണം എന്നില്ല. നമ്മൾ ആദ്യം പഠിച്ചത് പിന്നെ നമ്മൾ ഓർക്കണം. അപ്പൊ അത് മുൻകൂട്ടി കണ്ട് ഫ്ലാഷ് കാർഡ്സോ അല്ലെങ്കിൽ ഇങ്ങനെ റിമൈൻഡർ കാർഡ്സോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് നോക്കുന്നത് വളരെ ഹെൽപ്ഫുൾ. ഇതൊക്കെ യൂഷ്വൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാം, അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് വീണ്ടും വീണ്ടും ഓർക്കാൻ വേണ്ടി. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നത്, എനിക്ക് നമ്പേഴ്സ് ഓർക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എപ്പോഴും അത് റിവൈസ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് ഉറപ്പിക്കാൻ നോക്കുമായിരുന്നു. അതുപോലെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഒത്തിരി ബൾക്കായിട്ട് നമുക്ക് ഓർക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ. പിന്നെ ലാസ്റ്റ് സമയത്തും നമ്മൾ വെപ്രാളം പിടിക്കാതെ നല്ലപോലെയൊക്കെ ഉറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ബോഡിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് റിലാക്സ് ചെയ്ത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആഫ്റ്റർ ഓൾ ഇനിയിപ്പോ ഈ 15 ദിവസത്തിൽ എന്തായാലും ഒന്നും നടക്കാനില്ല. നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മൾ ഓർക്കുക, അത്രേ ഉള്ളൂ. അപ്പം ആ രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അതെ, ഓക്കെ, അണ്ടർസ്റ്റുഡ് മാം. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ എക്സാം എഴുതുമ്പോൾ എനിക്ക് നമ്മൾ ആ ഒരു മെയിൻസ് എക്സാമിന്റെ ആ ഒരു ആൻസർ പാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ കൺസൈസ് ആയിട്ട് എഴുതണം, അല്ലെ? അത് വലിയൊരു ചാലഞ്ച് ആയിട്ട് പലർക്കും, കാരണം എഴുതുക എന്ന് പറയുന്നത് ഈസിയാണ്, ആ ഒരു ബ്രെവിറ്റി, ആ ഒരു കുറഞ്ഞ സെന്റൻസുകളിലായിട്ട് ആ ഒരു കറക്റ്റ് കൺസൈസ് പോയിന്റ് ഫിറ്റ് ഇൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ചാലഞ്ച് ആയിട്ട് പലരും എടുത്തു പറയാറുണ്ട്. എല്ലാവർക്കും എഴുതാൻ പറ്റും, ആ ടൈം ബൗണ്ട് ആയിട്ട് ഇതിനകത്ത് വേണ്ട പോയിന്റുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്യാന്ന് പറയുന്നതും അത് അതിനകത്ത് ലിമിറ്റ് ചെയ്യാന്ന് പറഞ്ഞ വലിയ പ്രശ്നമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് മാം എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ അതാണ് നമ്മൾ ടൈം ആൻസർ ബൗണ്ട് ആയിട്ട്? റൈറ്റിംഗ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ ആൻസർ റൈറ്റിംഗ് ചെയ്യേണ്ട ആവശ്യങ്ങൾ. അതാ ഞാൻ പറഞ്ഞ, ആ സ്കില്ല് ഇല്ലാത്തവർക്ക് അത് ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലാണ്. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മളിപ്പോൾ UPSC-യിലെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ അതിലെ ക്വസ്റ്റ്യൻ വേർഡ്സ് ഐഡന്റിഫൈ ചെയ്യാം. വൈ, ഹൗ, വാട്ട്, വെൻ, എന്താണ് അതിൽ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ക്വസ്റ്റ്യന്റെ പർപ്പസ് എന്താണ്, അതിനൊരു കുറച്ച് സെക്കൻഡ്സ് കളഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. എഴുതുക നേരെ വായിച്ചിട്ട് ആദ്യം ചാടി കയറി എഴുതാനായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ക്വസ്റ്റ്യൻ നല്ലപോലെ ഒന്ന് മൈൻഡ്ഫുൾ ആയിട്ട് വായിക്കുക, വെറുതെ വായിക്കില്ല, മൈൻഡ്ഫുൾ ആയി വായിച്ച് ക്വസ്റ്റ്യനിൽ ആ ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്, ക്വസ്റ്റ്യനിൽ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആൻസർ ഫ്രെയിം ചെയ്ത ശേഷമേ എഴുതാൻ പാടുള്ളൂ. നമ്മള് സ്കൂളിലെ എക്സാംസിനൊക്കെ എഴുതുന്ന പോലെ എങ്ങനെയും കയറി വെറുതെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അത് മുഴുവൻ നമ്മൾ പേപ്പറിൽ, ആ അപ്രോച്ച് ഇതിൽ വർക്ക് ആവില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കി അത് എന്താണോ ആൻസർ, ക്വസ്റ്റ്യന്റെ നീഡ് അത് അഡ്രസ് ചെയ്യുന്ന പോലെ ആൻസർ ആ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് എഴുതാം. അപ്പൊ ആ നീഡ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എഴുതുന്നെങ്കിൽ ഈ ബ്രെവിറ്റി തന്നെ വരും. നീഡ് മനസ്സിലാക്കാതെ എഴുതുമ്പോഴാണ് നമ്മൾ വലിച്ചു വാരി എഴുതാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം അത് കറക്റ്റ് ആയിട്ട് പക്ഷെ ഒരു ബാലൻസ് ഉണ്ട് ക്വസ്റ്റ്യൻസിൽ. ചിലത് മാത്രം ഡിസ്ക്രിപ്റ്റീവായി എഴുതാനുള്ളതും ചിലത് ടു ദ പോയിന്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പൊ ആ ബാലൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കീപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ ആ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മുടെ കൺട്രോൾ പോയിട്ട് നമ്മൾ അങ്ങ് വലിച്ചു വാരി എഴുതിയാൽ മറ്റേ ടു ദ പോയിന്റ് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് എഴുതാൻ സമയവും കിട്ടില്ല. അത് ആക്ച്വലി കിട്ടേണ്ട മാർക്കാണ്. അതെങ്ങനെ എഴുതിയാലും കിട്ടേണ്ട മാർക്കാണ്, അത് കിട്ടാണ്ട് പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത് ഇത് ചെയ്യാം. പിന്നെ ഞാൻ കഴിവതും എല്ലായിടത്തും ടേബിൾസും ചാർട്ടും മാപ്പും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എത്ര നമുക്ക് സമയം ലാഭിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ലാഭിക്കുക. എഴുതും തോറും സമയം പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അത് നമുക്ക് വിഷ്വലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യാം. സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, കോൺട്രാസ്റ്റ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറെ ചോദിക്കാറുണ്ട്, വരാറുണ്ട്. അങ്ങനെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ സിമിലാരിറ്റി ഡിഫറൻസസ് എഴുതുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡെഫിനറ്റ്ലി ടേബിൾ യൂസ് ചെയ്ത് തന്നെ എഴുതുക. അതിന് പിന്നെ നമ്മളത് വിശദമായിട്ട് എഴുതി 2 പാരഗ്രാഫ് ആക്കാനുള്ളത് നിൽക്കാതെ ടേബിൾ തന്നെ വിചാരിക്കുക, ടാബുലേറ്റ് ചെയ്ത് തന്നെ എഴുതിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് വിഷ്വലി റെപ്രസെന്റ്, ജോഗ്രഫിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഈസി ആയിട്ട് വിഷ്വലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളത് വിഷ്വലി തന്നെ റെപ്രസെന്റ് ചെയ്യുക. അതിന് ഭംഗിയും ഡയഗ്രത്തിന് വൃത്തിയും ഒന്നും ഉണ്ടാവണം എന്നില്ല. പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് എത്തിക്കുക, കാണുന്ന ആൾക്ക് അത് കൺവേ ചെയ്യുക എന്നുള്ളത് മാത്രമേ. അപ്പം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടൂ എന്നുള്ളത് മിസ്കൺസെപ്ഷൻ ആണ്. അങ്ങനെ ഇല്ല. അത് എന്റെ പേപ്പറിൽ ഞാൻ അങ്ങനെ വേണ്ടടുത്ത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പറ്റുന്നിടത്തോളം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. എഴുതി തീർത്തവരെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാവും. കാരണം അല്ലാതെ സമയം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം എഴുതുന്നവരെല്ലാവരും ക്വസ്റ്റ്യൻ വായിക്കാൻ സമയം എടുക്കുക, മൈൻഡ്ഫുൾ ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, ശ്രദ്ധിച്ച് വായിച്ചിട്ട് ക്വസ്റ്റ്യന്റെ നീഡ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി അതിന് മാത്രം ഉത്തരം. അത് എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോട്ട്സ് ഉണ്ട് പക്ഷെ അതിന് വൊക്കാബുലറി ഇല്ല, അല്ലെങ്കിൽ അത് ലാംഗ്വേജിൽ ഒരു സെന്റൻസ് ആയിട്ട് ഫ്രെയിം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ആൾക്കാർ എഴുതി ചെയ്യും. ഗ്രാമറോ അതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. നമ്മൾ എഴുതി പോയിന്റ്, ഇത് ഈ ലാംഗ്വേജിന്റെ എക്സാം അല്ലല്ലോ, നമ്മൾ പോയിന്റ്സ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. ആ സമയത്തിനുള്ളിൽ നിന്ന് അത് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്താലേ അത് വരുള്ളൂ. അല്ലാതെ നമ്മൾ ഒരിക്കലും അത് എന്റെ ഒരു പ്രശ്നം, ഞാൻ എന്റെ ഫോൾട്ട് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പ്രശ്നമില്ല. എനിക്ക് മുഴുവൻ പഠിക്കാതെ ഒരു പരീക്ഷ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ട്.
അതെ സിലബസ് കവർ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനാണെ ഇനിയിപ്പോ എഴുതാമോ, എന്തായാലും ഞാൻ ഇത്ര പഠിച്ചില്ല, പകുതിയല്ലേ പഠിച്ചുള്ളൂ, ഇനിയിപ്പോ എന്തിനാ എഴുതുന്നത്, എന്തായാലും പകുതി ക്വസ്റ്റ്യൻ അറിയത്തില്ല എന്നൊരു ആംഗിൾ ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ പരീക്ഷ എഴുതാണ്ടിരിക്കുന്ന ഒരു രീതി എനിക്ക് പണ്ടേ ഉണ്ട്. അപ്പം അത് ശരിക്കും ചെയ്യാൻ പാടില്ല. നമ്മൾ എത്ര അറിഞ്ഞൂടെങ്കിലും നമ്മൾ ആ പരീക്ഷ അറ്റൻഡ് ചെയ്യണം. കാരണം ആ എഴുതാനുള്ള സ്കില്ല് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എഴുതിയാലല്ലേ പറ്റുള്ളൂ. അപ്പൊ അത് അതെ അതെ ചെയ്യണം. അതാ മെന്റൽ ബ്ലോക്ക് ഉണ്ടാവരുത്. ഇനി എന്തായാലും അറിയില്ലല്ലോ പിന്നെ എന്തിനാ, അങ്ങനല്ല, ആദ്യം തൊട്ടേ തന്നെ എഴുതാം. അറിയാത്ത വിഷയത്തിലും എഴുതി നോക്കും. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ അറിയാത്തതും ഉണ്ടാവും, അപ്പോഴും നമ്മൾ അതെ എഴുതണമല്ലോ. അതെ അപ്പം അതെ അപ്പം നമ്മൾ അത് ആദ്യം തൊട്ടേ അങ്ങനെ ചെയ്യാം. ഉം. എനിക്ക് തോന്നുന്നത് അതാണ് ബ്രെവിറ്റി ഉണ്ടാവാനായിട്ട് ആ പ്രാക്ടീസ് ആണ് വേണ്ടത്. രണ്ട് കാര്യം: ഒന്ന് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, രണ്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ താങ്ക് യു സോ എനിക്ക് മച്ച്. തോന്നുന്നു ഡിഫറെന്റ് സ്പേസിലും വെച്ച് ഡിഫറെന്റ് ടൈമിലും വെച്ചിട്ട് എഴുതാനായിട്ട് പ്രാക്ടീസ് ചെയ്യും. അതെനിക്ക് തോന്നുന്നു അതെ സീരീസ് എടുക്കുമ്പോൾ എല്ലാവരും ചെയ്യുമല്ലോ. ഈവൻ എമിനന്റിലെ ടെസ്റ്റ് സീരീസിൽ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ഉം. പല മാർക്കിൽ എഴുതി നോക്കിയിട്ടുണ്ട്. അതെ 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 എല്ലാം ഒരേ മാർക്കിലല്ലായിരുന്നു. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, 5 മാർക്കിന്റെ എഴുതിയിട്ടുണ്ട്, 10 മാർക്കിന്റെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസൃതമായിട്ടൊന്ന് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ടൈലർ ചെയ്തുകൊണ്ട് ആ അതെ ഒരു ക്വസ്റ്റ്യൻ പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാൻ അതെ ശ്രമിച്ചിട്ടുണ്ട്. അതെ അതെ പിന്നെ നമ്മുടെ ആ ഒരു അതെ അപ്പം എമിനെ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു അക്കാഡമിക് ടീമിന്റെ ഒരു സപ്പോർട്ട് മാമിന് എങ്ങനെയാണ് ഒരു നല്ല ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആയിരുന്നു? എന്താന്ന് വെച്ചാൽ അതെന്താന്ന് പറഞ്ഞാൽ അത് ഞാൻ എപ്പോഴും അജിനും ഞാനും അതുകൊണ്ട് അജിൻ എപ്പോഴും ഞാനും അജിനും തമ്മിലുള്ള പരിചയം തന്നെ അതാ. അതായത് എനിക്ക് കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ പിള്ളേർക്ക് അസുഖം, പിന്നെ എന്താ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം, ക്ലാസ് മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ. അപ്പം ചിലപ്പോൾ ടെസ്റ്റ് സീരീസ് എഴുതാൻ വൈകും. ഞാൻ എഴുതും, പക്ഷെ അന്ന് തന്നെ എഴുതിയ ഈ സാധനം ചിലപ്പോൾ അത് പോസിബിൾ ആവുന്നുണ്ടാവില്ല എന്റെ പല പ്രശ്നങ്ങൾ കാരണം. അപ്പൊ എനിക്ക് ഭയങ്കരമായ സപ്പോർട്ട് ഉണ്ട്. ഞാൻ എപ്പം എഴുതി അയച്ചു കൊടുത്താലും എനിക്ക് ഫീഡ്ബാക്ക് വന്ന് തിരിച്ചയച്ചു തരും. അതുപോലെ മിസ്സായി പോയ ക്ലാസ്സുകളുടെ മൊത്തം ലിങ്കും പിന്നെന്താ പറഞ്ഞ അപ്പൊ തന്നെ എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. എക്സ്ട്രാ ക്ലാസ്സസ് എനിക്ക് തന്നിട്ടുണ്ട്. അതായത് ഞാൻ എൻറോൾ ചെയ്യാത്ത ക്ലാസ്സിന്റെ ലിങ്കും എനിക്ക് ഇന്നതിലൊരു സോഴ്സ് ഇല്ല എന്ന് പറയുമ്പോൾ അത് തന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇൻഡിവിജ്വലായി പോലും ഓരോരുത്തർക്കും ഉള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. എപ്പൊ സഹായം ചോദിച്ചാലും ചെയ്തിട്ടുണ്ട്. അത് മറക്കാൻ പറ്റില്ല. കാരണം ആ ഹെൽപ്പ് ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് വേറൊരു സ്ഥലവും അങ്ങനെ എന്താ പറയാ ഇല്ല. വേറൊരു പുറകിൽ നിന്ന് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രിലിംസും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ടെസ്റ്റ് സീരീസ് മെയിൻസ് ആൻസർ റൈറ്റിംഗും വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഡെഫിനറ്റ്ലി. പിന്നെ ബ്രിഡ്ജ് കോഴ്സ് ഞാൻ എമിനന്റിന്റെ തന്നെയാണ് എടുത്തിരുന്നതാണ്. UPSC, കേരള PSC, ഇത് കേരള ഈ സിലബസ് ബ്രിഡ്ജിന്റെ ഒരു കോഴ്സ് ഉണ്ടാവും. അത് ഞാൻ അവിടെ നിന്ന് ചെയ്തത്. ടെസ്റ്റ് സീരീസ് വളരെ ടെസ്റ്റ് സീരീസ് അത് തന്നെ എടുത്തത്. എനിക്കെല്ലാം അപ്പൊ തന്നെ കറക്റ്റ് ചെയ്ത് തരും, ഫീഡ്ബാക്ക് തരും. അതുകൊണ്ട് എനിക്കത് അപ്പൊ തന്നെ ഇത് ചെയ്യാം. എസ്പെഷ്യലി ഞാനിതാ പറഞ്ഞത്, ഞാൻ സമയത്ത് ചെയ്യൂലായിരുന്നു. അപ്പം അതെ അതായത് അതെ ഞാൻ അവസാനം 3-4-5 ഒരുമിച്ച് എഴുതിയിട്ട് അയക്കുമായിരുന്നു. അപ്പം ഉം. അങ്ങനെ ചെയ്യാം. അപ്പൊ അത് അവരുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്കത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും എന്താ പറയാ ആശംസിക്കുന്നു, നല്ലൊരു റിസൾട്ട് ആവട്ടെ. എല്ലാ നിങ്ങളുടെ കുട്ടികളെല്ലാവരും നല്ലപോലെ പഠിച്ച് എന്താ താങ്ക് യു സോ മച്ച്. യൂസ്ഫുൾ ആയി വരട്ടെ. അതെ ചെയ്യുന്ന പ്രിപ്പറേഷൻ. അതെ വളരെ നന്ദി മാം. സോ വളരെ സന്തോഷം. സോ നമ്മുടെ സ്റ്റുഡൻസ് ഇനി ഇത് മെയിൻസിന്റെ ആ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഒരു ലാസ്റ്റ് മിനിറ്റ് ടിപ്പ് എന്നാവണം ഒരുപക്ഷെ ആദ്യത്തെ എക്സാമിനേഷന് മാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഉപകരിച്ചേനെ എന്ന് തോന്നിയിട്ടുള്ള ഇനി നമ്മുടെ സ്റ്റുഡൻസിന് ഷെയർ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു എക്സ്ട്രാ ടിപ്പായിട്ടോ അങ്ങനെ സജസ്റ്റ് ചെയ്യാനുണ്ടോ മാം? എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി ഒന്ന് പ്ലാൻഡ് ആയിരിക്കണം എന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഞാൻ കുറച്ച് ഈ വിട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ എന്നൊരു ഒരു ഇത് തോന്നിയിരുന്നു. പക്ഷെ അത് എനിക്കൊന്ന് എല്ലാ എക്സാമിലും ഉണ്ടാവും. നമ്മൾ ഇപ്പൊ എത്ര ശ്രമിച്ചാലും നമ്മൾ ഫുള്ള് കവർ ആവില്ലല്ലോ. പിന്നെ ക്വസ്റ്റ്യൻസ് വന്നതിൽ നിന്നും നമുക്ക് ഒട്ടും അറിയാത്തതും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതെ നമ്മുടെ പ്രിപ്പറേഷൻ എപ്പോഴും 100% ആവണമെന്നില്ല. എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയ എന്റെ ഹെൽത്ത് മോശമായി പോയി എന്നുള്ളതാണ് എനിക്കൊരു. അതെനിക്ക് തോന്നുന്നത് ഇങ്ങനെ റിലൻലെസ് ആയിട്ട് വായിച്ചും ഫസ്റ്റ് എടുക്കാതെ ഇങ്ങനെ ആ ലാസ്റ്റ് ഡേയ്സ് ഞാൻ എങ്ങനെ കണ്ടിന്യൂസ്ലി പഠിച്ചിട്ടാണ് അത് സംഭവിച്ചത്. മൈഗ്രെയിൻ ആയിപ്പോയി രണ്ടാമത്തെ പേപ്പർ. അപ്പൊ ആദ്യത്തെ ഒരു 15 മിനിറ്റോളം എനിക്ക് ആകെ ഉച്ചയ്ക്ക് പിന്നെ വീട്ടിൽ നിന്ന് ആരും മരുന്ന് കൊണ്ടുവന്ന് മരുന്ന് കഴിച്ചിട്ടാണ് സെക്കൻഡ് പേപ്പറിൽ കയറുന്നത്. അപ്പൊ ആ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു 15 മിനിറ്റ്സ് നമുക്ക് തീരെ ഭയങ്കരമായ മൈഗ്രെയിൻ അങ്ങ് പിടിച്ചു നിർത്തുന്ന പോലെ അല്ലേ ആ മരുന്ന് കഴിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ക്ലാരിറ്റിയേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് റാങ്ക് 6 ആയതെന്ന് എനിക്ക് എപ്പോഴും തോന്നും. അപ്പൊ ആ ഹെൽത്ത് ആണ് എനിക്ക് തോന്നിയത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ വളരെ അങ്ങ് എക്സോസ്റ്റഡ് ആയിപ്പോയി അവസാനം. ഈ നേരത്തെ പറഞ്ഞ ബേൺ ഔട്ട് ആയി. ഇത് അതെ അതെ അങ്ങനെ അതെ ആവരുത്. നമ്മൾ അത്രയും നമ്മൾ ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. അതെ അതെ അതുകൊണ്ട് അത് നല്ല പോലെ അതും എന്താ
ബോഡി നല്ലപോലെ ശ്രദ്ധിച്ച് നമ്മൾ പ്ലാൻഡ് ആയിട്ട് മൂവ് ചെയ്യണം എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ നേരത്തെ പറഞ്ഞപ്പോൾ പരീക്ഷ എഴുതാൻ പഠിക്കുന്നത് അതാണ് ഞാൻ എന്ന് വെച്ചാൽ എന്നിൽ മാറേണ്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം അതാണ്. പരീക്ഷ ഞാൻ എഴുതാൻ പഠിച്ചു തീരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആവരുത്. എല്ലാവരും നേരത്തെ തന്നെ എഴുതി തുടങ്ങണം. അറിഞ്ഞൂടെങ്കിലും എഴുതണം, അറിഞ്ഞൂടെങ്കിലും അറ്റൻഡ് ചെയ്യണം, അറിയാവുന്ന എന്തെങ്കിലും എഴുതാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കാം. അതാ പിന്നെ തീരെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യനും വിടരുത്. അറിയാവുന്ന എന്തെങ്കിലും നമ്മൾ എഴുതണം, അതാണ് വിട്ട് കളയരുത്. അതും എനിക്ക് തോന്നുന്നു അങ്ങനെ ഇതായിട്ട് feel ചെയ്യും. അതെ, അതൊക്കെ ഉള്ളു. ഓവറോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു പിയർ ഗ്രൂപ്പിൽ നിന്ന്. അവരൊക്കെ UPSC ക്ലിയർ ചെയ്ത് ഫൈനൽ റൗണ്ടിൽ എത്തിയ ആൾക്കാരായിരുന്നേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഗൈഡൻസ് നല്ലപോലെ ഉണ്ടായിരുന്നു. ഞാൻ ആ സപ്പോർട്ട് എനിക്ക് ഭയങ്കര നല്ലതായിരുന്നു. അവർ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് പറയായിരുന്നു ഇന്നത് പഠിക്കും ഇന്നത് പഠിക്കും. അപ്പൊ എനിക്ക് അതുകൊണ്ട് അത് വളരെ സഹായമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് അതെ, അതൊക്കെയാണ് ഇതിലുള്ളത്. സോഴ്സസ് നല്ലപോലെ ഐഡന്റിഫൈ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് അത് മാത്രം പഠിക്കും. കറന്റ് അഫയേഴ്സിന് അത് വലിയൊരു ചാലഞ്ച് ആയിരിക്കും അല്ലേ, കാരണം റൈറ്റ് സോഴ്സിലേക്ക് അതെ, കൊണ്ടുവരാൻ എത്താന്നുള്ളത്. മൾട്ടിപ്പിൾ സോഴ്സസ് റെഫർ ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. UPSC-യിൽ നമുക്കിപ്പം കുറെ അവൈലബിൾ ആണല്ലോ കറണ്ട് അഫയേഴ്സ്. ഇപ്പൊ വിഷൻ ഉണ്ട്, ദൃഷ്ടിയുണ്ട്, പല 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 തല. അത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അത് തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പലതും ഇങ്ങനെ ഗ്യാദർ ചെയ്യാൻ നോക്കുന്തോറും നമ്മുടെ സമയം പൊക്കോണ്ടിരിക്കും. കേരളത്തിൽ വേണ്ടി നമ്മൾ പേപ്പർ വായിക്കണം. പേപ്പർ വായിക്കാതെ പറ്റില്ല. നമ്മൾ എന്നും വായിച്ചു 1 ഇയർ ആണ് യൂഷ്വലി പറയുന്നത് കറണ്ട് അഫയേഴ്സ് എക്സാം നടക്കുന്നതിന് 1 വർഷം മുമ്പോട്ടൊക്കെ ഉള്ളത്. അതെ അതെ. അപ്പം അറ്റ്ലീസ്റ്റ് മിനിമം ലാസ്റ്റ് 6 മന്ത്സിലെങ്കിലും അതെ കവർ ചെയ്യും. അതെ പിന്നെ ഫാക്ടുകളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡേറ്റ്സുകളും ഒക്കെ ഭയങ്കരമായിട്ട് ഓർത്തെടുക്കാൻ ഭയങ്കര കഷ്ടമുള്ളതായിട്ട് അതെ. പറയാം. പക്ഷെ മെയിൻസിൽ അങ്ങനെ ഡേറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഡേറ്റ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഏതിലാണെങ്കിലും നമുക്ക് ഡേറ്റ വേണ്ടി വരും. ഡേറ്റ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അത് നമുക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ എക്കണോമിക് സർവേ, എക്കണോമിക് റിവ്യൂ പോലെയുള്ള ഡോക്യുമെന്റ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡേറ്റ നമ്മൾ എഴുതി വെച്ച് പഠിച്ചേ പറ്റുള്ളൂ. അതെല്ലാം അത് നമ്മൾ റിക്കളക്ട് ചെയ്താലേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് പരീക്ഷയ്ക്ക് അത് എഴുതുന്നതോറും മാർക്ക് കിട്ടും. മാർക്ക് കൂടും. അവിടെ ആ ഒരു കാര്യം ഭയങ്കര ചാലഞ്ചിങ് ആയിരിക്കും അല്ലെ, കാരണം ഈ ഫിഗേഴ്സ് ഒക്കെ ഓർത്തെടുക്കാന്ന് പറഞ്ഞ കുറച്ച് അതുകൊണ്ടാണ് റിവൈസ് ചെയ്യണം എന്ന് പറയുന്നത്. സമയം എടുത്തുകൊണ്ട് പഠിക്കണം അല്ലെ. റിവൈസ് ചെയ്ത് വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ എന്നാലല്ലേ നമ്മൾ അത് ഓർക്കും. ഓക്കെ, മനസ്സിലായി മാം. താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്റ്റുഡൻസിന് അറിയാൻ പറ്റി. എനിക്കും പേഴ്സണലി ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. കാരണം ഈ ഒരു ജേർണി കഴിഞ്ഞ് ആ ഒരു ഡെസിഗ്നേറ്റഡ് പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു രൂപത്തിലാണ് നമ്മളിപ്പോ വളരെ ഹോപ്പ്ഫുൾ ആയിട്ട് മാമിനെ നോക്കിക്കാണുന്നത്. സോ അത് ഒരേ സമയം നമ്മുടെ ഒരു പ്രതീക്ഷയാണ്, നമ്മുടെ ഒരു മോട്ടിവേഷനും കൂടെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇപ്പോൾ സ്റ്റുഡൻസിന് മാമുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സമയമാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. എന്തെങ്കിലും പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാമുമായിട്ട് ചോദിച്ചിട്ടൊന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ എന്ത് തരത്തിലുള്ള ഡൗട്ട്സ് ആണോ ഉള്ളത് അത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ കോമൻസ് ആയിട്ട് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക. ഞാനത് മാമിന് വായിച്ചു കൊടുക്കുന്നതായിരിക്കും. സ്റ്റുഡൻസിലേക്കായിട്ട് പറയാണ്, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? സോ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ മാമുമായിട്ടൊന്ന് ചോദിച്ച് ഒന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാത് ഡൗട്ട്സുകളൊന്ന് ചാറ്റ് ബോക്സിലൊന്ന് കോമന്റ് ചെയ്യാം. വളരെ ക്വിക്കായിട്ടൊന്ന് കോമന്റ് ചെയ്യുക. സീറ്റ്സ് കുറവാണ് എന്നുള്ള രീതിയിൽ ആരും പഠിക്കാതിരിക്കരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോമ്പറ്റീഷൻ വൈസ് നോക്കുമ്പോൾ സിമിലർ തന്നെയാണ്. അതായത് എഴുതുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രൊപ്പോർഷണലി നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം കോമ്പറ്റീഷൻ തന്നെയാണ് ഇത്തവണ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പെർ സീറ്റ് വൈസ് നമ്മൾ ആൾക്കാരുടെ എണ്ണം അപ്ലൈ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ സ്ട്രീം 3-ൽ എനിക്ക് തോന്നുന്നു ഇത്തവണ കോമ്പറ്റീഷൻ കുറയും തോന്നുന്നു. കുറച്ച് മോസ്റ്റ്ലി നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർ സ്ട്രീം 3-ലുള്ളവരാണല്ലോ. കാരണം KS-ന്റെ സീറ്റ്സ് എടുത്തിരിക്കുന്നത് സ്ട്രീം 3-ലെ ഡിപ്പാർട്ട്മെന്റ്സ് എന്നാണ്. അപ്പം അതുകൊണ്ട് സ്ട്രീം 3-ലുള്ള ആൾ കോമൺ ചാറ്റ് ഡിസേബിൾഡ് ആണ്. അപ്പൊ സ്ട്രീം 3-ലുള്ള ആൾക്കാരുമായിട്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. സ്ട്രീം 3-ലെ കുറെ പേര് എഴുതുന്നതിനുള്ളത് കൊണ്ട് നമുക്കറിയാം അതിൽ കോമ്പറ്റീഷൻ കുറഞ്ഞ പോലെ തോന്നുന്നത്. പക്ഷെ സ്ട്രീം 2-ൽ കോമ്പറ്റീഷൻ കൂടിയതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് മൊത്തത്തില്. സ്ട്രീം 1 പിന്നെ ഓൾറെഡി ഓപ്പൺ കോമ്പറ്റീഷൻ ഉണ്ടാവും. So we are yet to get the questions. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് സ്റ്റുഡൻസിന് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ?
ഓക്കെ. സോഫ മാം തന്നെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. കാരണം അവർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഡൗട്ട്സുകൾ തന്നെ അതെ, ഒരുവിധമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അഡ്രസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, കോമൺ ചാറ്റ് ഡിസേബിൾഡ് ആണെന്ന് പറയുന്നു. ഓക്കെ, യാ, പക്ഷേ ഇൻഡിവിജ്വൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. കാരണം വിലയേറിയ സമയത്തിൽ നിന്ന് ഒരു പങ്ക് നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചുകൊണ്ട് ഒരുപാട് സ്റ്റുഡൻസിന്റെ കൺഫ്യൂഷൻസും ഡൗട്ട്സുകളും ഒക്കെ അഡ്രസ് ചെയ്ത് കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സ്കോർ നോക്കിയപ്പോൾ ഒരു 75 റേഞ്ച് ആണ്, സോ കട്ട് ഓഫ് ക്ലിയർ ആക്കുമോ എന്ന ഡൗട്ട് ആണ്. റിസൾട്ട് വരാൻ ഡിലേ ആവില്ലേ എന്നുള്ള ചോദ്യം. ഏത് സ്ട്രീമാ? സ്ട്രീം ഏതായിരുന്നു? സ്ട്രീം 1 ആണ്. 1 ആണ്. 80 ഒക്കെ ആവും തോന്നുന്നു അല്ലേ? 80ക്ക് മുകളിൽ പോകുന്നതാണ് തോന്നുന്നു. പൊതുവെ ഒബ്സർവേഷൻ അങ്ങനെ പറയുന്നു. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ഡിലേ ആവത്തില്ലാന്ന് തോന്നുന്നു. ഉടനെ തന്നെ വരും. സാധാരണ ഞങ്ങൾക്കൊക്കെ 1 മന്തിനകത്ത് തന്നെ വന്നും തോന്നുന്നു. 1 മന്ത് എടുത്തുള്ളൂ. ഈ മാസം വരേണ്ടിയിരിക്കും. അതെ അതെ അതെ. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. ഒരു പഠിച്ചു തുടങ്ങുക. ഹാർഡ്ലി ഇതിപ്പോ പഠിച്ചു തുടങ്ങിയാലും നമ്മൾ 2 ആഴ്ചയല്ലേ പഠിക്കുന്നുള്ളൂ. അപ്പോഴത്തേക്ക് റിസൾട്ട് വരുമല്ലോ. അത് വിചാരിച്ച് അതെ, നമ്മൾ പഠിക്കാണ്ടിരിക്കണ്ട. അതെ, നമ്മൾ ലാസ്റ്റ് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അതെ അതെ, ഉം. അതിനാണ്. റിസൾട്ട് വരുന്നവരെ എന്തായാലും പഠിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാമല്ലോ. എനിക്ക് തോന്നുന്നു സ്ട്രീം 1 ഒക്കെ എനിക്ക് തോന്നുന്നു 80ക്ക് മുകളിൽ. എക്സാം ഈസി ആയിരുന്നല്ലോ. സെക്കൻഡ് പേപ്പർ ഒക്കെ ഭയങ്കര ഈസി ആയിരുന്നു തോന്നുന്നു. ക്വസ്റ്റ്യൻ കണ്ടപ്പോഴത്തേക്കും അല്ലെ? പേപ്പർ 1 കുറച്ച് പാടായിരുന്നു തോന്നുന്നു. പേപ്പർ 2 ആക്ച്വലി ഭയങ്കര എളുപ്പമായിരുന്നു. ഓക്കെ, ഇവിടെ പഠിച്ച് സോഴ്സിൽ ഏതെങ്കിലും പുസ്തകം മാമിന് പ്രത്യേകമായിട്ട് റെക്കമെൻഡ് ചെയ്യാനുണ്ടോ? അതോ CRT എത്രത്തോളം കൊടുക്കണം എന്നുള്ളൊരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതിലിപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സിൽ നമ്മൾ 2 സെൻട്രൽ ബഡ്ജറ്റ്, സ്റ്റേറ്റ് ബഡ്ജറ്റ്, എക്കണോമിക് റിവ്യൂ, എക്കണോമിക് സർവേ, പിന്നെ കേരള ഡെവലപ്മെന്റ് റിപ്പോർട്ടും ഇത്ര നമ്മൾ ഡെഫിനറ്റ്ലി വായിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ഏകദേശം കവർ ചെയ്യാം. പിന്നെ ശങ്കർ ഗണേഷിന്റെ ടെക്സ്റ്റ് ബുക്ക് യൂഷ്വലി നമ്മൾ പഠിക്കുന്ന പോലെ. പിന്നെ അതിലില്ലാത്ത കാര്യങ്ങൾ എനിക്ക് രമേശ് സിംഗിന്റെ ഇന്ത്യൻ എക്കോണമി തന്നെ ഞാൻ നോക്കിയിട്ടുള്ള. എന്ന് വെച്ചാൽ അത് ഫുള്ള് പഠിച്ചിട്ടൊന്നുമില്ല. ഇതിലൊന്നും കിട്ടാത്ത ഭാഗങ്ങൾ അതിൽ നിന്ന് പിന്നെ ഹാൻഡിൽ ചെയ്യാൻ നോക്കി. പിന്നെ ഹിസ്റ്ററി ആണെങ്കിൽ ഞാൻ തമിഴ്നാട് സ്റ്റേറ്റിന്റെ SCRT ടെക്സ്റ്റ് ബുക്സ് ആണ് ഫോളോ ചെയ്തത് ഇന്ത്യൻ ഹിസ്റ്ററിക്ക്. ഹിസ്റ്ററി പൊതുവെ എന്റെ വീക്കായിരുന്നു. അപ്പൊ എനിക്ക് സമയമൊന്നും കിട്ടിയില്ല. ഉള്ളത് ഇത് മാത്രം പഠിച്ചു. അതിന് വന്നത് എഴുതി എന്നുള്ള രീതിയിലാണ് പോയത്. കേരള ഹിസ്റ്ററി ശ്രീധരമേനോന്റെ കേരള ചരിത്രം തന്നെയാണ്. കേരള സംസ്കാരം ശ്രീധരമേനോന്റെ ആണ്. കൾച്ചർ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് കേരളത്തിൻ്റെത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നോട്ട്സ് തന്നെയാണ് പഠിച്ചത്. അല്ലാത്തത് എനിക്ക് തോന്നുന്നു ഏതോ ഇൻസ്റ്റിറ്റ്യൂട്ട് നോട്ട്സ് ആണ്, വിഷന്റെയോ ഏതോ ഒന്നാണ് ഒരു ഡോക്യുമെന്റ് കിട്ടിയത്, അതാണ് പഠിച്ചത്. പിന്നെ ജോഗ്രഫി NCERT ആണ് 11th 12th. കേരള ജോഗ്രഫിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നോട്ട്സ് തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ പിന്നെന്താ ഉള്ളത് ഇനി? സയൻസ് ആൻഡ് ടെക്നോളജി UPSCയുടെ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഫോളോ ചെയ്തത്. പിന്നെ അത് കറണ്ട് അഫയേഴ്സ് ആണല്ലോ കൂടുതലും. അപ്പൊ അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് വെച്ചിട്ടാണല്ലോ അത് കൂടുതൽ പഠിക്കാൻ. എൻവറോൺമെന്റ്, ശങ്കറിന്റെ എൻവറോൺമെന്റ് ഫുൾ ബുക്ക് പഠിച്ചു. പിന്നെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തു. പൊളിറ്റി ലക്ഷ്മികാന്ത്. പിന്നെ കഴിഞ്ഞില്ലേ? ഏകദേശം ഇത്രയൊക്കെ തന്നെയാണ്. യൂഷ്വൽ സോഴ്സസ് ഒക്കെ തന്നെയാണ്. പിന്നെ കിട്ടാത്തത് സ്പെസിഫിക് ആയിട്ടുള്ളത് നമ്മൾ നെറ്റിൽ ഗൂഗിൾ ചെയ്യുകയോ എന്തെങ്കിലും PDF ഡോക്യുമെന്റ് കിട്ടുമോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിന് പറ്റിയത്. UPSCക്ക് യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ ഗൂഗിൾ ചെയ്താൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. UPSCക്ക് യൂസ് ചെയ്യുന്ന സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിൽ കുറച്ച് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം വായിക്കുക. അത്ര തന്നെ അതുള്ളൂ. പിന്നെ കേരളത്തിന്റെ ഭാഗമാണ് നോട്ട്സ് കിട്ടാൻ പാട്. അത് കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ നോട്ട്സ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് അത് ഞാൻ വായിച്ച ബുക്ക് ഇത് തന്നെ ഉള്ളൂ. ശ്രീധരമേനോന്റെ കേരള ചരിത്രം, കേരള സംസ്കാരം. പിന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഉണ്ടായിരുന്നു, അത് വായിച്ചു. ആ 3 ബുക്കാണെന്ന് തോന്നുന്നു കൂടുതലും വായിച്ചത്. ബാക്കിയൊക്കെ എല്ലാം ഏകദേശം പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ എവിടെന്നെങ്കിലും ഒക്കെ കിട്ടുന്ന പോലെ നോക്കി നോക്കി കണ്ടുപിടിച്ച് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ന്യൂസ് പേപ്പർ വായിക്കുക. റിലവന്റ് ആയിട്ടുള്ള സാധനങ്ങൾ എഡിറ്റോറിയൽ ആയിട്ടും എല്ലാം വരുന്നുണ്ടാവും. നമ്മൾ അത് വായിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കിട്ടും. അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡെയിലി വായിക്കുമ്പോൾ നമുക്ക് വന്നോളും. നമ്മൾ പിന്നെ എല്ലാ പിന്നെ ഗവൺമെന്റ് വെബ്സൈറ്റ്സ്, കേരള ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റ്സിൽ പോയാൽ ഒരുവിധം സ്കീംസും ഡേറ്റയൊക്കെ അതിൽ തന്നെ ഉണ്ട്. ഇപ്പൊ നമ്മൾ സോഷ്യൽ ജസ്റ്റിസിന്റെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഷ്യൽ വെൽഫെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളുടെ എല്ലാം കിട്ടും. അതുപോലെ IT പോയി കഴിഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന എന്താണ് അത് അറിയാൻ പറ്റും. അപ്പൊ എല്ലാ ഗവൺമെന്റ് വെബ്സൈറ്റ്സ് ഒന്ന് നോക്കാം നമ്മുടെ കേരളത്തിൽ. അപ്പൊ അതിൽ ഒരുവിധം നമുക്ക് സ്കീംസ് ഒക്കെ കാണാം. അപ്പൊ അത് വെച്ചിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാം. അതെ, ഇതൊക്കെ തന്നെയാണ് സോഴ്സസ്.
യൂസ് ചെയ്തിട്ടുണ്ട്. മെയിൻലി ന്യൂസ് പേപ്പറിൽ പോയാൽ മതി, ബാക്കി കാര്യങ്ങൾ അതായത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതിൽ വേണ്ട കാര്യങ്ങൾ, ഡേറ്റയും പോയിന്റ്സും, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എല്ലാം റിലവന്റ് ആയിട്ടുള്ളത് എഡിറ്റോറിയൽ ആയിട്ട് വരുന്നുണ്ടാവും. നമ്മൾ വായിച്ചാൽ മാത്രം മതി, അതിൽ നമുക്ക് ആവശ്യത്തിന് പോയിന്റ്സ് കിട്ടും. അത് നമ്മൾ കൺസൈസ് ചെയ്ത് എഴുതി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാനീ പറഞ്ഞ പോലെ ഇപ്പം ഗാഡ്ഗിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ കസ്തൂരി റംഗൻ റിപ്പോർട്ട്, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് അല്ലേ. ഒബ്വിയസ്ലി നമ്മൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം അതിൽ. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ തറവ്ലി പ്രിപ്പയർഡ് ആവുക എന്നോട്. ഓക്കെ മാം, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. കാരണം ഈ ഒരു സമയം കൊണ്ട് തന്നെ ഒരുപാട് ഇൻസൈറ്റ് എല്ലാവർക്കും ഹോപ്പ് ഞാനും വിചാരിക്കുന്നത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു കുറച്ചു പേർക്കൊക്കെ. അത്രത്തോളം ഓരോ കാര്യങ്ങളെ കുറിച്ചും പിൻ പോയിന്റ് ചെയ്ത് ഈവൻ ആ സോഴ്സുകളെ കുറിച്ചുകൂടെ പറഞ്ഞു. അത് ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. ആൻഡ് മാമിന്റെ ഈ ജേർണി തന്നെ നമുക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആണ്, വലിയൊരു മോട്ടിവേഷൻ ആണ്. കാരണം ഇതുപോലെ ഇത്രയും ചാലഞ്ചുകൾക്കിടയിൽ മാം ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ചു എന്നുള്ളത് നമുക്കും ഇതുപോലെ വർക്ക് ചെയ്യാനുള്ള വലിയൊരു ഉത്തേജകമായിട്ട് കാണുന്നുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. എല്ലാവരും നല്ലൊരു മാക്സിമം ശ്രമിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു അവസരമാണ്. എന്തെന്ന് പറഞ്ഞാലും നമുക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്, അതായത് സർവീസ് എന്താ പറയാ സെക്ടറിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി, വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇതിനു മുകളിൽ അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പബ്ലിക് സർവീസിൽ. അതെ 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 താങ്ക് യു സോ മച്ച് മാം, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ അഹെഡ്. കാരണം ഇനിയും മാമിന് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് പോസ്റ്റുകളിലേക്ക് ഇനിയും പോകാനുണ്ട്, ഒരുപാട് ലേണിംഗ് അതുവഴി അല്ലെ. ഈ ഒരു പ്രിപ്പറേഷനും ജേർണിയും ഒക്കെ അത്രത്തോളം വേർത്ത് ആണ് നമുക്ക് ഫീൽ ചെയ്യും അല്ലെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി അത് ഫീൽ ചെയ്യും. അത് പറയാം, ട്രെയിനിങ് ആണെങ്കിലും ഭയങ്കര നല്ലായിരുന്നു. ആ ട്രെയിനിങ് തന്നെ വേർത്ത് ഇറ്റ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് വി കെയിം ഔട്ട് ആസ് എ എന്താ പറയാ എൻറ്റയർലി ന്യൂ പേഴ്സൺ, അങ്ങനെയെന്ന് പറയാം. അത്രയ്ക്ക് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു. വേറൊരു പേഴ്സണാലിറ്റി ആയ പോലെ എനിക്ക് എപ്പോഴും തോന്നുന്നു. അത്രയും നല്ലതായിരുന്നു. അത് എല്ലാവരും പറയും ചെയ്യും. ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് മാം ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. അപ്പോ ചിത്ര മാമിന്റെ ഈ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ഇതിനോട് കൂടെ തന്നെ ഞാൻ നമ്മുടെ എമിനന്റ് PSCയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകളരി എന്ന് പറയുന്ന ഒരു റൈറ്റിംഗ് അസിസ്റ്റൻസ് പ്രോഗ്രാം കൂടെ നിങ്ങൾക്ക് മുന്നിലായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ കാണാമല്ലോ അല്ലെ. സോ അത് പ്രകാരമായിട്ട് നമ്മളൊരു ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം, എഴുത്തുകളരി എന്നുള്ള പേരിലൊരു ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. സോ ഇവിടെ ബേസിക്കലി നമുക്ക് ഏതാണ്ട് ഒരു 33ഓളം ടെസ്റ്റ് പാക്കേജുകളുള്ള ഒരു പാക്കേജാണ് നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ സ്റ്റുഡൻസിനായിട്ട്. സോ ഇവിടെ ഏതാണ്ട് ഒരു നിങ്ങൾക്കറിയാം ഒരു മെയിൻസിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ, ഇപ്പൊ മാം ഒരുപാട് നിർദ്ദേശം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. സോ അവിടെ നിങ്ങൾ ഓരോരുത്തരെയും ഇനി ഭാവിയിൽ ഇനി അലട്ടാനുള്ള അല്ലെങ്കിൽ ഇപ്പൊ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു കൃത്യമായിട്ട് നമ്മൾ ആൻസർ റൈറ്റിംഗ് നമ്മൾ എങ്ങനെ ചെയ്യണം, അതിനെ എത്ര അപ്രോപ്രിയേറ്റ് ആയിട്ട് എഴുതണം, എങ്ങനെ നമ്മൾ പിൻ പോയിന്റ് ചെയ്യണം, ആ ഒരു പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് അങ്ങനെ റൈറ്റ് ആൻസറിലേക്ക് എങ്ങനെ പിച്ച് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ ഈ ഒരു പാക്കേജിൽ ബേസിക്കലി 33 ടെസ്റ്റ് പേപ്പറും അതിൽ ഈ 33 ടെസ്റ്റ് തന്നെ 30 സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകളും 3 ഫുൾ ലെങ്ത് ടെസ്റ്റുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കുന്നതായിരിക്കും. സോ ഈ 33 ടെസ്റ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ അത് ബേസിക്കലി ആ 30 സബ്ജക്ട് വൈസ് ടെസ്റ്റുകളും സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3 ഇതിന് പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 ഇതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതിൽ 100 മാർക്സ് ഓരോന്നിനും, ഓരോ പേപ്പറിനും 100 മാർക്ക് വെച്ചിട്ടായിരിക്കും വരുന്നത്. ആൻഡ് നിങ്ങൾക്കറിയാം നമ്മുടെ എക്സാം ഏതാണ്ട് ഒരു October 17 to 18 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അന്നേക്ക് നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ടും നമ്മളിത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് ഒരു July 24 ഏതാണ്ട് ഒരു എക്സാമിന് ഒരു ആഴ്ചയ്ക്ക് മുമ്പ്, അതായത് October 12 ആകുമ്പോഴേക്കും നമ്മളത് ഈ ഒരു ടെസ്റ്റ് സീരീസിന്റെ ഈ ഒരു ആക്റ്റീവ് റൈറ്റിംഗ് കോഴ്സ് നമ്മൾ ഒരാഴ്ചയ്ക്ക് മുന്നേ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഘടന എന്ന് പറയുന്നത് ഈ ഒരു സ്കെഡ്യൂൾ പ്രകാരം നമ്മൾ ആ ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ തുടങ്ങുന്നു. ഓരോ ദിവസവും ആ നിർദ്ദിഷ്ട ദിവസം നമ്മൾ രാവിലെ ഏതാണ്ട് ഒരു 11 മണിയാവുന്ന സമയത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കുന്നു. സോ അതിനൊരു ഉത്തരം നിങ്ങൾക്ക് അടുത്ത ദിവസം 6 മണിക്ക്, വൈകിട്ട് ഒരു 6 മണി ആകുമ്പോഴേക്ക് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മെയിൽ ID ഉണ്ട്. സോ ആ മെയിൽ IDയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഫോട്ടോ എടുത്തുകൊണ്ട് നിങ്ങൾ അയക്കണം. സ്വാഭാവികമായിട്ടും ഒരു 3 to 4 ഡേയ്സിനകം നിങ്ങൾക്ക് കറക്ഷൻ വിത്ത് സ്പെഷ്യൽ കസ്റ്റം ടൈലേർഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസും സജഷൻസും, എങ്ങനെ നിങ്ങളത് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്, എന്തെല്ലാം ശരിയായിട്ടുണ്ട്, ഇനി എന്തെല്ലാം ബെറ്റർ ആക്കാനുണ്ട്, ഒരു പ്രോപ്പർ ഫീഡ്ബാക്കും ഒരു പ്രോപ്പർ കറക്ഷനും വിത്ത് ഗൈഡൻസ്
വിത്ത് സജഷൻസ് ഇതെല്ലാം ഇത്തരത്തിൽ ഒരു പാക്കേജ് ആയിട്ട് നമ്മൾ ഒരു 3 to 4 ഡേയ്സിനകം കറക്ഷൻ നിങ്ങൾക്ക് തിരികെ അയക്കുന്നതായിരിക്കും. സോ അത്തരത്തിൽ നമ്മൾ 33ഓളം, അതായത് 30 ടെസ്റ്റുകളും 30 സബ്ജക്ട് വൈസ് ടെസ്റ്റുകളും 3 ലോങ് ടെസ്റ്റ് പേപ്പർ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഇത്തരത്തിലായിരിക്കും നമ്മുടെ ഒരു കോഴ്സിന്റെ ഒരു രൂപഘടന വരുന്നത്. ഇനി ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 10,000 രൂപയാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് പാക്കേജിന്റെ ഒരു തുക പേയ്മെന്റ് ആയിട്ട് നിങ്ങൾ അടക്കേണ്ടി വരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഇനോഗ്രൽ ഓഫർ ആയിട്ട് ഡിസ്കൗണ്ട് ആയിട്ട് നമ്മൾ 25% നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ അത് പ്രകാരമായിട്ട് 7,500 രൂപ, അതായത് 7,500 രൂപയാണ് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരിക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് 24 ആവുമ്പോഴേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഈ ഒരു കോമന്റ് ബോക്സിൽ കാണുന്ന ഈ ഒരു ലിങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ സീറ്റ് ഒന്ന് റിസർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണി തുടങ്ങാവുന്നതാണ്. ഓക്കെ, ചാറ്റ് ബോക്സിൽ ഇത് വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. And you can reserve and block your seats here. സോ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഴുത്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് എഴുതേണ്ട രൂപത്തിൽ എഴുതുക, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ പോയിന്റ് വൈസ് ആയിട്ട് എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതിനനുസൃതമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ആൻസർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചാലഞ്ചിങ് ആണ്. കാരണം പലരും സ്ട്രഗിൾ ചെയ്യുന്നത് ഇതിൽ തന്നെയാണ്. കാരണം എഴുതാൻ എല്ലാവർക്കും അറിയാം, റൈറ്റ് ആയിട്ട് എഴുതേണ്ട രൂപത്തിൽ എഴുതുക എന്ന് പറയുന്നത് വലിയൊരു ചാലഞ്ച് ആയിട്ട് പറയാറുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് ഉള്ളത്. സോ അവരുടെ ആ ഒരു കറക്ഷൻ വിൻഡോ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആണ്, വിത്ത് പ്രോപ്പർ സജഷൻസ്, വിത്ത് കസ്റ്റം ടൈലർഡ് ഫീഡ്ബാക്ക്. സോ താല്പര്യമുള്ള ആളുകൾ താഴെ തന്നിരിക്കുന്ന നമ്മുടെ കോമന്റ് ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്ന ഈ ലിങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് റിസർവ് ചെയ്യാം. ആൻഡ് അങ്ങനെ നമ്മുടെ എഴുത്തുകളരിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി നിങ്ങളെല്ലാവരും ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ മെയിൻസിൽ വലിയൊരു റിസൾട്ട് നേടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സോ അത്തരത്തിലുള്ള ഭാവി ഓഫീസേഴ്സിനെ ഞാൻ ഈ ഒരു ആസ്പിറൻസ് മാത്രമായിട്ടല്ല, നിങ്ങളെല്ലാവരും ഭാവി ഓഫീസേഴ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. സോ ഡെഫിനറ്റ്ലി വലിയൊരു വിജയം നിങ്ങളുടെ വഴിയിൽ വരാനുണ്ട്. ആൻഡ് ഇത്തരത്തിലുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് കൂടെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. സോ നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിട്ട് അറിയിക്കുകയാണ്. മറ്റു ഡൗട്ട്സുകളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് ഹോപ്പ് എഴുത്തുകളരി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മെയിൻസിലെ ആൻസർ റൈറ്റിംഗിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു അവസരം പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. That's it. Thank you so much everyone. We are winding up the session.